ഇന്ന് രാത്രി ഞാൻ സംസാരിപ്പാൻ ആശിക്കുന്ന ചിന്തിക്കുന്ന വിഷയം മരുഭൂമിയിലെ സഭയുടെ ചില പ്രത്യേകത ആയിരിക്കും. ഇന്ന് രാത്രിയിലെ ചെറിയ വിഷയം മരുഭൂമിയിലെ സഭയുടെ ചില വിശേഷതകൾ ധാരാളമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഒരു 3-4 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അതായിരിക്കും നമ്മുടെ വിഷയം. ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ദേശത്ത് ആമേൻ ക്രൈസ്തവ പാരമ്പര്യമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. വിശേഷിച്ച് CMS, CSC ആദിയായ സഭകളിലെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, മറ്റ് ഇതര മതസ്ഥരായ പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഈ യോഗങ്ങൾ എല്ലാ കുടുംബത്തിനും എല്ലാ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് വീണ്ടും ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വം. മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവർ. അപ്പോൾ മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകതകളിൽ ഒരു 3-4 കാര്യമാണ് ഇന്ന് രാത്രി നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ രാത്രി കർത്താവിൽ പ്രസിദ്ധനായ അഭിഷിക്തൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ദൈവവചനം ആമേ ശുശ്രൂഷിപ്പാനിടയായി തൻ്റെ ദാസനെ ദൈവം ശക്തീകരിച്ചു. അതിനായിട്ട് ദൈവത്തിന് മഹത്വം. മാനസാന്തരം എന്ന വിഷയം അദ്ദേഹം നന്നായി സംസാരിച്ചുവെന്ന് അറിയുവാനിടയായി ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ആയുസ്സും ആരോഗ്യം കൊടുത്ത് നടത്തുകയും ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പം അദ്ദേഹം മാനസാന്തരം പറഞ്ഞത് കൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത നടപടിക്രമമായി ഇന്ന് പറയുന്നത് ദൈവത്തിൽ അങ്ങനെ അതിൻ്റെ ഓർഡർ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി മരുഭൂമിയിലെ സഭയുടെ ചില പ്രത്യേകതകൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഒന്നുകൂടെ വാക്യം വായിച്ചു. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയുടെ സഭയിൽ ഇരുന്നവരും നമുക്ക് തരുവാൻ ജീവനുള്ള അന്നപാനം ലഭിച്ചവരും അവൻ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവരും ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആദിമനുജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ആദിമനുജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്.
മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല 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 മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുവെഴുത്ത് അങ്ങ് വായിക്കാം. അല്ലെ പാട്ട് പാടിയപ്പം വാക്യം മറന്നുപോയവർ ചിലപ്പോൾ കാണും. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്കാം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവരും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാടും ലഭിച്ചവരും. ഈ വാച്ച് 8:10 കാണിക്കുന്നത്. കറക്റ്റാന്നേ? പുള്ളി സംശയത്തിലായത് തന്നെ, അതുകൊണ്ടാണ് എന്തെന്നൊക്കെ കറക്റ്റാ. അപ്പം കൃത്യം 9:30 ആകുമ്പം പ്രസംഗം നിർത്തും. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവർ. ഞാൻ ഓർപ്പിച്ചല്ലോ, മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ ഒരു 3-4 കാര്യമാണ് ഇന്ന് രാത്രി പറയുവാൻ ആശിക്കുന്നത്. പിന്നെ നമുക്ക് യോഗം ഉള്ളത് കൊണ്ട് ബാക്കി കാര്യമൊക്കെ പല സ്ഥലങ്ങളിൽ പറയാം. അതിന്റെ ബാക്കിയാക്കണമെങ്കിൽ അടുത്ത യോഗത്തിന്. അപ്പൊ ശ്രദ്ധിക്കുക, മരുഭൂമിയിലെ സഭയുടെ ചില വിശേഷതകൾ. ഏതാണ് സഭ? എന്താണ് സഭ? ഏതാണ് ശരിയായ സഭ? ഏതാണ് ശരിയല്ലാത്ത സഭ? തർക്കം നടക്കുന്ന കാലമാണ്. അത് ആരംഭകാലം മുതലേ ഉണ്ട്. ഓരോ വ്യക്തികളും ഓരോ വിഭാഗക്കാരും അവകാശവാദം ഉന്നയിക്കുന്നത് അവനവര് നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ. വേറുള്ളതൊന്നും ശരിയായ സഭയല്ലെന്നായി വാദം നടക്കുന്നത്. ഞങ്ങൾ പോകുന്ന സഭയാണ് ശരിയായ സഭ, ഞങ്ങൾ നിന്ന സഭയാണ് ശരിയായ സഭ, ഞങ്ങളിപ്പം നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ. ചിലക്ക് പിന്നെ അങ്ങനെ ഒക്കത്തില്ല, കാരണം എന്നും സഭ മാറുന്നവരുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ സഭ? കത്തോലിക്കരാകുന്ന മാന്യ സഹോദരന്മാര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭ. അത് കത്തോലിക്ക സഭ എന്ന് ചിലർ പറയത്തില്ല, തിരുസഭ. അവരങ്ങനെ അത് പ്രയോഗം, തിരുസഭ.
അപ്പൊ അവരുടെ വാദം, അവര് പറയുന്നത് ശരിയായ സഭ തിരുസഭ കത്തോലിക്ക സഭയാണ്. റോമിലെ വത്തിക്കാനിൽ ബഹുമാന്യനായ പോപ്പിന്റെ കീഴിൽ ഭൂവാസികളുള്ള സകല ഇടങ്ങളിലും ചിതറി പാർക്കുന്ന അല്ലെങ്കിൽ പരന്ന് വിശദമായി കിടക്കുന്ന സഭ, സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ നിർണയിക്കാൻ പറ്റാത്ത വിധത്തില്ല. അപ്പോൾ അവർ പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, ശരിയായ സഭ ഞങ്ങളുടെ സഭ കത്തോലിക്ക സഭയാണ്. നമ്മള് പെന്തിക്കോസ്ത് ആ സഭയെന്ന് പറഞ്ഞു തന്നാൽ തരം കിട്ടുക നിങ്ങൾ നല്ല താങ്ങുതാണ്. അപ്പൊ അവര് പറഞ്ഞത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്. അപ്പോൾ അവര് കത്തോലിക്ക സഭ ശരിയായ സഭയാന്ന് വാദിക്കുമ്പോൾ വേറൊരു വിഭാഗമുണ്ട്, ഓർത്തഡോക്സുകാർ, പാരമ്പര്യക്കാർ. അവര് പറയുന്നത് ശരിയായ സഭ ഓർത്തഡോക്സ് ആണ്. നിങ്ങൾ പോപ്പിന്റെ കീഴിൽ വത്തിക്കാനിൽ അതിന്റെ പിന്തുടർച്ചക്കാരാ നിൽക്കുമ്പോൾ ഞങ്ങൾ അന്ത്യോക്യയുടെ കീഴില. അവിടെ ആണല്ലോ ഇത്, അന്ത്യോക്യ വെച്ചാണല്ലോ ക്രിസ്ത്യാനികളെന്ന്. അപ്പൊ ഞങ്ങളാണ് ശരിയായ സഭ. അപ്പോൾ യാക്കോബക്കാര് അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ പറയുന്നത് അതിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. അവർ പറയുന്നത് ശരിയായ സഭ യാക്കോബായ സഭയാണ്. വിദേശ നേതൃത്വത്തിന്റെ കീഴിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇവിടെ അടുത്ത ദേവലോകം അങ്ങല്ല, ഇവിടെ കണ്ടം കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലായല്ലോ. പണ്ടൊരുത്തം കോട്ടയത്ത് നിന്ന് ബോർഡ് കണ്ട് ദേവലോകം, എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് ചാടി ബസ്സേ കയറി അതിലെല്ലാം കറക്കി വെച്ച് പിന്നെ അവിടെ കൊണ്ടിറക്കി. ദേവലോകം അതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. കുഴി വഴി താഴോട്ടിറക്കി കറക്കി കണ്ടം വഴി കയറ്റി കൊണ്ട് പിന്നെ അവിടെ കൊണ്ടിറക്കി. പുള്ളി ദേവലോകം, ഇതാ ദേവലോകം, ഒരു കറക്കം കറങ്ങി. അപ്പോൾ ഇവിടെ കോട്ടയത്തിനടുത്ത് കഞ്ഞിക്കുഴിക്കടുത്ത് ദേവലോകം അരമന. അപ്പൊ അതിന്റെ കീഴിൽ വളരെ ശക്തമായിട്ട് അവർ മുന്നേറുക ഓർത്തഡോക്സുകാർ. അവർ പറയുന്നത് ശരിയായ സഭ ഓർത്തഡോക്സ്. പ്രധാനപ്പെട്ട ഈ അടുത്ത ഏരിയയിലെ രണ്ട് പള്ളികളാണല്ലോ, പരുമലപ്പള്ളിയും പുതുപ്പള്ളി പള്ളി. അപ്പോൾ യാക്കോബക്കാര് അതിനെ ഖണ്ഡിച്ച് അവർ ആ പാരമ്പര്യം വാദിച്ച് പറഞ്ഞ് ഞങ്ങളാണ് ശരിയായ സഭ യാക്കോബായ. അതിന്റെ പ്രധാനപ്പെട്ട മധ്യ തിരുവിതാംകൂറിൽ രണ്ട് പള്ളിയാ, മണർകാട് പള്ളി, ഇവിടെ മഞ്ഞനിക്കര പള്ളി. അപ്പൊ ഇവരെല്ലാം വാദിക്കുന്നത് ശഠിക്കുന്നത് ശരിയായ സഭ യാക്കോബായ, അവർ പറയുന്ന യാക്കോബ സഭ ഓർത്തഡോക്സ്. ഓരോ വിഭാഗക്കാരും നിൽക്കുന്നതാ ശരിയായ സഭയെന്ന്. അപ്പോൾ ഇവരെ എല്ലാം കടത്തിവെട്ടി കയറി വന്ന ഗ്രൂപ്പാണ് മാർത്തോമക്കാര്. അത് യാക്കോബായിൽ ഉണർവുണ്ടായി. കോനാട്ട് മൽപ്പാൻ, എബ്രഹാം മൽപ്പാൻ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉണർവുണ്ടായി നടന്ന സ്ഥാപിച്ച സഭയാണ് മാർത്തോമ. ഇതിൽ നിന്ന് ഉണർവുണ്ടായി മാറിയതാണ്. കടവിൽ മാളിക ഒക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. കല്ലിശ്ശേരി കടവിൽ മാളിക, അവിടെ പ്രാർത്ഥന നിരതരായിട്ട് ചിലർ ഇരിക്കുകയും ഉണർവുണ്ടാകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവർ വാദിക്കുന്നത് തോമാസ് ലീഗ 52 കേരളത്തിൽ വന്നെന്ന ഇവരുടെ എല്ലാം വാദം. ഇവരുദ്ദേശിക്കുന്ന തോമ 52 വന്നില്ല, വേറെ തോമ വന്നു. അത്തോമ ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് 52 തോമാസ് ലീഗ വന്നു 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്ന് പോലുമായി ഇവരുടെ വാദം. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം 4 ബ്രാഹ്മണ കുടുംബം. അതിൽ കൂടുതൽ ആൾക്കാർ ഈ പകലോമറ്റംകാരാ. കള്ളി കുടുംബത്തിൽപ്പെട്ട ആരെയും അങ്ങനെ ഇതുവരെ കാണാറില്ല. ഞാൻ ഈ സാധാരണ മനോരമ രാവിലെ കിട്ടുമ്പം ഈ ചരമക്കോളം നോക്കും. കാരണം പരിചിതരായവരൊക്കെ കടന്നു പോകുകയാണെങ്കിൽ ചിലപ്പം കല്യാണം വിളിച്ചു പറയും, മരണം വിളിച്ചു പറയാൻ ഒക്കത്തുമില്ല, അത് നിർബന്ധിക്കുകയും ചെയ്യരുത്. അത് നമ്മൾ കണ്ടു പറഞ്ഞുമൊക്കെ വേണ്ടപ്പെട്ടവരുണ്ടെ പോവുക. അപ്പം ഞാൻ കോളമെല്ലാം നോക്കുമ്പം മിക്കതിനകത്ത് എല്ലാം പകലോമറ്റംകാരാ, പകലോമറ്റം. പക്ഷെ കള്ളി കുടുംബത്തിൽപ്പെട്ട ആരെ ഇതുവരെ കാണുന്നില്ല. അതെ, അപ്പൊ ഇവരെല്ലാം പറയുന്നത് 52 വന്ന തോമാസ് ലീഗ 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി പോലും അതിന്റെ പിന്തുടർച്ച അവകാശം വാദം മുഴക്കിയ. മാർത്തോമക്കാർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. തോമാസ് ലീഗയുടെ പാരമ്പര്യം അവർ പറയുന്നു. തിരുവല്ലായിലെ പുലാത്തീനെ ആസ്ഥാനമാക്കി മലയാളികളുള്ളിടത്തെല്ലാം അത് വളരെ നന്നായി പോകുന്നു. ശരിയായ സഭ മാർത്തോമാ സഭ, അവരതാ പറയുന്നത്. അതിൽ നിന്ന് ഒരു ഉണർവുണ്ടായതാ ഇവാഞ്ചലിക്കല്.
അത് അതിന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഹെഡ് ഓഫീസ്. അവർ പറയുന്നത് ഉണർവുണ്ടായി നിൽക്കുന്ന സഭ ഇവാഞ്ചലിക്കൽ സഭ, അവരുടെ വാദവാദം. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഉണ്ട് ഒത്തിരി ഗ്രൂപ്പുകാര്, കനാനായ കത്തോലിക്കരും കനാനായ യാക്കോബക്കാരും. അത് നമ്മുടെ ഈ തിരുവിതാംകൂറിലുള്ളതാണ്. അവര് പറയുന്നത് വേറൊരു തോമ വന്ന് അത്തോമയുടെ കൂടെ വന്നതാണ്. കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കർ. ഏഴിലെ 72 കുടുംബമൊക്കെ വന്നെന്നാണ്. അപ്പം അവർ വന്നതിനെ പറ്റി പാട്ടുമൊക്കെ അവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവരുടെ കല്യാണ സമയത്തൊക്കെ അവർ പാടും. നമുക്കൊന്നും അത് ഒക്കത്തില്ല, അവത്തങ്ങളൊക്കെ പാടും. തുതിച്ചവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്. എല്ലാവരും ഓർക്കുന്നില്ല. കൊടുങ്ങല്ലൂരങ്ങി വന്നിറങ്ങി കൊച്ചിയിലാഴി മൂലം കണ്ടവാറ്. അപ്പൊ കുറെ പേര് വന്നെന്നാ. ഈ 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപൂരം തന്നെ. അങ്ങനെ ഒരു പാട്ടുണ്ടോ? ചമ്മാച്ചന്മാരവർ കൂടെയുണ്ട്, ഉറകാമാർ യൗസോപ്പൻ കൂടെയുണ്ട്, ചമ്പകചേരിയും കൂടെയുണ്ട്. വന്ന് കടലാസു, ഇത് തന്നെ ഒരു അപാകതയാ. കടലാസ് വാങ്ങാം. അന്ന് കടലാസൊന്നും ഇല്ല. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അത് പിന്നീട് ഒപ്പിച്ചതാ അതിന് കടലാസ് വന്നത്. എടുത്തോല വാങ്ങിയെന്ന് പറഞ്ഞിരുന്ന കുറച്ചുകൂടെ കടലാസ് എന്നാ. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവര് പറയുന്നത് ശരിയായി സഭ യാക്കോബായ കനാനായ അവര് യഹൂദന്മാരാണ് ആ വാദം. ആട്ടെ, ഞാനിപ്പോ തർക്കത്തിനൊന്നും മുതിരുകല്ല. ഓരോ ഗ്രൂപ്പുകാരും പറഞ്ഞ അവർ നിൽക്കുന്ന സഭയായ ശരിയായ സഭയെന്ന. ഒത്തിരി ചടങ്ങുകളുമൊക്കെ ഉണ്ട്. അത് തന്നെ കനാനായ കത്തോലിക്കര് കോട്ടയം രൂപതയുടെ കീഴിൽ, കനാനായ യാക്കോബ അത് ചിങ്ങവനത്തെ കീഴില് ദയറ പള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ കനാനായ യാക്കോബയാണ്. അപ്പൊ ഇവരെ എല്ലാം കടത്തിവെട്ടി സഭക്കാർ വേറെ ഉണ്ട്. അത് കണ്ടമാനം പാരമ്പര്യം പറയാനില്ലെങ്കിലും CMS പറയുന്നത് ശരിയായ സഭ CMS ആണ്. മിശ്രജിമാര് ഈ നാട്ടിൽ വന്ന് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് സ്ഥാപിച്ച സഭയാണ് CMS. CSE അതിന്റെ തർക്കമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് തോന്നുന്ന 62 ഇത് 2 അതിപ്പോൾ അത് തർക്കിക്കൊന്നും വേണ്ട. സ്തോത്രം. അപ്പൊ CMS CSI ഇവർ പറയുന്നത് ശരിയായ സഭ അതാ ശരിയായ സഭയെന്ന്. ഉണർവ് പ്രസംഗകർ ധാരാളം ഉണ്ടായിരുന്നു. നല്ല പാട്ടുകൾ പാടിയവരും പാടുന്നവരും ഉണ്ടായിരുന്നു. വിശേഷിച്ച് കൊയറിനെ ഏറ്റവും കേമം CSIയുടെ കൊയറാണ്. അതിന് തർക്കമൊന്നുമില്ല. ഇവിടെ കിടന്ന് ആരും ചാടിയിട്ട് ഒക്കത്തുമില്ല. കിടന്ന് കാറി വെച്ച് പോകാമെന്നല്ലാതെ ഞാൻ സഹിതം. കൊയർ അവരുടെ കൊയറാണ് CSI. പിന്നെ അല്ല ചരട് പിടിച്ച പോലല്ലേ, തറ പോരാ. ഇതാ കുറച്ചുകൂടെ. പിന്നെ പിന്നല്ലാതെ യോഗം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ കൊയർ നല്ലതാണ്, നല്ല എന്തോ സുഖകരമാണ് കേൾക്കാൻ. അപ്പൊ അവര് പറയുന്നത് CSI CMS ആ സഭകളാണ് ശരിയായ സഭയെന്ന്. അപ്പോൾ ഇവരെയും കടത്തിവെട്ടി വേറൊരു വിഭാഗമുണ്ട്, സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. വില്യം ബൂത്ത് അദ്ദേഹത്തിനാൽ സ്ഥാപിതമായി പ്രവർത്തിച്ച നല്ല സഭയാണ്. അതും സാധുവർഗക്കാരാകുന്ന പ്രിയപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി യത്നിച്ച നല്ലൊരു സഭയാണ്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമിയാണ്. ഇടാണ്ട് മലയച്ചന്തയിൽ വരണമുണ്ട്. ഈ ഏരിയയിലുണ്ടോന്ന് അറിയത്തില്ല. പൊങ്ങന്താനത്ത് മലയച്ചന്തയിൽ പുത്തൻചന്ത. അപ്പോൾ അവര് പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം, അതാണ് ശരിയായ സഭയെന്ന്. ഇവരെല്ലാം ഓരോരോ തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കടത്തിവെട്ടിയാണ് വേറൊരു വിഭാഗക്കാരുണ്ട്, ബ്രദറൻ അസംബ്ലി. അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറുകാരാണ്. എല്ലാവരും അങ്ങ് ബ്രദറാ. വല്യപ്പനെയും കയറി ബ്രദറെ എന്നാ വിളിക്കുന്നത്. 13 വയസ്സുള്ള ചെറുക്കൻ, 98 വയസ്സുള്ള ചാക്കോച്ചാന് ബ്രദർ. ഏനാടെ ചുമ്മാ വല്യപ്പനെ കയറി ബ്രദറെ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറൻ ചർച്ച. അത് വാക്യങ്ങളൊക്കെ അവർ തെളിയിക്കും. ഒരു വാക്യം എടുത്താൽ കീറാവുന്നതിന്റെ പരമാവധി അത് കീറി, പകുക്കാവുന്നതിന്റെ പരമാവധി പകുത്ത്, അതിനകത്ത് എത്ര പോയിന്റ് ഒപ്പിക്കുക അത് മുഴുവൻ ഒപ്പിച്ച് നന്നായിട്ട് അത് അവതരിപ്പിക്കും. പ്രഗത്ഭരായ ധാരാളം, സൈമൺ സാറ് മുതല് എം ചെറിയാച്ചന്, സൈമൺ സാറ്, കെ ജി കുര്യച്ചൻ, കെ ജി തോമാച്ചായൻ, പുതുപ്പള്ളി നമ്മുടെ കടന്നുപോയ സക്കറിയ സാറ്, അങ്ങനെ പ്രഗത്ഭര് ഇപ്പോഴും ഉണ്ട് ധാരാളം പ്രഗത്ഭന്മാര്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. വചനത്തിൽ അത്ര തിട്ടമില്ലാത്തവർ ചിലപ്പോൾ അവരുമായി സംസാരിച്ചാൽ ചിലപ്പോൾ പരാജയം സംബന്ധിച്ച് കീഴടങ്ങി വരും. അപ്പൊ അവര് അങ്ങനെ സ്ഥാപിച്ച് തെളിയിക്കും. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. അപ്പോൾ ഇവരെ എല്ലാം കടത്തി വെട്ടിയാണ് പെന്തിക്കോസുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊന്നും സഭയല്ല, ശരിയായ സഭ പെന്തിക്കോസാണ്. ഇവരൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയ, ഞങ്ങൾ മാളിക മുറി വെച്ച് തുടങ്ങിയതാ സഭ, മറുഭാഷ പറഞ്ഞ് ആരംഭിച്ചതാ. അതാണ് ശരിയായ സഭ. പെന്തിക്കോസുകാരാ പറയുന്നത്. മറുഭാഷ പറഞ്ഞ് മാളിക മുറി വെച്ച് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ സഭയ്ക്കകത്ത് 3000 പേര് പിന്നെ കയറി. ശരിയായ സഭ പെന്തിക്കോസ്. അതാണ് പെന്തിക്കോസുകാരുടെ വാദം. അതിനവരും വാക്യങ്ങളൊക്കെ തെളിയിച്ച് നല്ല പാട്ടുമൊക്കെ പാടി ആ തീ പറങ്ങട്ടെന്നും പറഞ്ഞൊക്കെയാ പാട്ട്, കത്തട്ടെന്നൊക്കെയാ. എനിക്കാണ് വെപ്രാളം, കാരണം പന്തലുമൊക്കെ ഇട്ട് പിന്നെ അന്തം വിട്ടുപോകും. കത്തട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കത്തിപ്പോയ എന്തോ കത്തണമെന്നാ തെളിച്ച് പറയണ്ടേ, ഇല്ലേ? അത് പറയല്ല, കത്തട്ടെന്ന് പന്തലിട്ടോ അന്തം വിട്ടു ഇമാര്. അപ്പോൾ അവര് പറയുന്നുണ്ട് പെന്തിക്കോസുകാർ പറഞ്ഞ ശരിയായ സഭ പെന്തിക്കോസാണ്. പെന്തിക്കോസിനകത്ത് തന്നെ വകുപ്പുണ്ട്. TPM-കാര് അവര് പറഞ്ഞ ഇതൊന്നും ശരിയായ സഭയല്ല, ശരിയായ സഭ അതാണ് പെന്തിക്കോസ്, ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അതൊന്നും പെന്തിക്കോസ് അല്ല, ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അതൊന്നും പെന്തിക്കോസ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോ സഭക്കാരും വാദിക്കുന്നതും ശഠിക്കുന്നതും സ്ഥാപിക്കാൻ തുനിയുന്നതും വ്യഗ്രത പൂണ്ട് തീഷ്ണതയോടെ നിൽക്കുന്ന അവരവരെ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടന സമൂഹമാണ് ശരിയായ സഭ. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത്? ഏതാ സഭ? ഒറ്റ വാക്കിൽ പറയുന്നതായിരിക്കും ഉത്തരം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തിരിക്കുന്നു. ദൈവം ചേർക്കുക. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. മറ്റേതെല്ലാം ബോർഡും ബിൽഡിങ്ങും ആന്നേ ഉള്ളൂ. സഭ ഏതാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഒരു സാധനവും നീ എടുത്തുകൊണ്ട് നടക്കണ്ട, തട്ടിയുരുട്ടി നടക്കണ്ട, നീ ഉരുളണ്ട, മുട്ടേൽ നീന്തണ്ട, ഒരു കാര്യവും നീ ചെയ്യണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പറഞ്ഞാൽ മതി: യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സഭയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ഇസ്രായേൽ ചരിത്രം അങ്ങോട്ട് സ്തേഫാനോസ് പറയുക. ഇസ്രായേൽ ചരിത്രം അങ്ങോട്ട് ആരംഭിക്കുന്നത് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നായി ചരിത്രം ഈ ജനതയുടെ, ഈ വംശത്തിന്റെ, ഈ ജാതിയുടെ, സമൂഹത്തിന്റെ വംശ പരമ്പര തുടങ്ങുന്നത്. അതാണ് 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക. ഇത് തുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് വായിച്ചാട്ട് ബീച്ച 7-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പി, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ, അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഇസ്രായേൽ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ മെസൊപ്പൊത്താമിയയിൽ വിളിച്ച് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു.
ഏത് ദൈവം? തേജോമയനായ ദൈവം, സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ദൈവത്തിന് മഹത്വം. ആ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ അബ്രഹാമിൽ നിന്നാണ് ഈ വംശം, ഈ ജാതി, ഈ സമൂഹം ഉടലെടുക്കുന്നത്. ആ കാര്യം സ്തേഫാനോസ് പ്രസംഗിച്ചങ്ങോട്ട് തെളിയിച്ചു വരികയാണ്. അങ്ങനെ വന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് 38-ാം വാക്യത്തിൽ പറയുക, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ ഒരു 3-4 വിശേഷത ഇന്ന് രാത്രി ചിന്തിച്ച് നിശ്ചയിക്കപ്പെട്ട സമയത്ത് പ്രസംഗം നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുക. ഒന്ന്, ഈ മരുഭൂമിയിലെ സഭയുടെ ഒന്നാമത്തെ വിശേഷത, ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ പ്രയാണം ചെയ്താണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി. എണ്ണി തിട്ടമെടുത്തതിൽ 2 പേര് ഒഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ കനാനിൽ പ്രവേശിച്ചതായിട്ടാണ് നമ്മൾ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2 സ്ഥലത്ത് വെച്ച് വരെ എണ്ണി. ഞാൻ ഇന്നാളെ കാര്യം ഓർപ്പിച്ചല്ലോ, 2 ഇടത്ത് വെച്ച് വരെ എണ്ണി. ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ലായിരുന്നെന്ന. ഒന്ന് വായിച്ചേര് സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64 വാക്യങ്ങൾ 2 പ്രാവശ്യം എണ്ണി. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64. യെരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലെയാസറും എണ്ണിയവർ ഇവര് തന്നെ അടുത്തത്. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാക്യം സൂക്ഷിച്ചു വായിച്ചാൽ പേടിയുണ്ടാകും. അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഇവരെണ്ണിയപ്പം ഇല്ല, എണ്ണിയ പുള്ളിയില്ല. വിശദീകരിക്കുന്നില്ല. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ കൂടിയായി എണ്ണിയത്. രണ്ടാമത് എണ്ണിയത് മോശയും എലെയാസറും കൂടെ. അപ്പോൾ ആദ്യം എണ്ണിയത് ചെങ്കടൽ കടന്നുടനെ എണ്ണി. രണ്ടാമത് എണ്ണുന്നത് കനാനിലേക്ക് കയറുന്നതിന് മുമ്പ് യോർദാൻ അക്കരെ വെച്ച് എണ്ണി. ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യം എണ്ണിയത് മിസ്രയീം പുറപ്പെട്ടിങ്ങോട്ട് യാത്ര ആരംഭിച്ചപ്പോൾ ഒന്ന് എണ്ണി. 2 കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നെണ്ണി. ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പോൾ കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. രണ്ടാമത് എണ്ണാൻ വന്നപ്പോൾ അഹരോനില്ല. അഹരോൻ ഇതിനിടയ്ക്ക് ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. അപ്പോൾ ഇത് ഭയാനകമായൊരു വാക്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഒത്തിരി എണ്ണാനൊന്നും ഒത്തില്ലെങ്കിലും നമ്മൾ അങ്ങ് കാണണം. ദൈവത്തിന് മഹത്വം. നിന്നെ ആരും എണ്ണുന്നില്ലെന്നോർത്ത് പാരപ്പെടുകയൊന്നും വേണ്ട. ആമൻ തമ്പുരാൻ എണ്ണിയിട്ടുണ്ടോ അങ്ങ് കാണണം. അതാ വിഷയം. അപ്പോൾ ഇവരെ എണ്ണി. അതാണ് സംഖ്യാപുസ്തകം, എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവര് ആ ചരിത്ര പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ആ യാത്രാവേളയിൽ സംഭവിച്ച കാര്യങ്ങൾ അടുക്കടുക്കായി പഠിക്കുമ്പോൾ ഇവർ മിസ്രയീം പുറപ്പെട്ട ദൈവജനമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീം പുറപ്പെട്ടു. നമുക്കറിയാം, ഇവർ മിസ്രയീമിൽ എത്തിയത് യോസഫിന്റെ കാലത്താണ്. യോസഫിന്റെ കാലത്ത് ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. യോസേപ്പിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. ഏതാണ്ട് 70 പേര് എന്ന പുസ്തകത്തിലെ വാക്യം 70. ഒന്ന് വായിച്ചേര്. കണക്ക് ചിലർക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിന. 70 പേര് എന്ന ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഈ 3 വാക്യത്തിൽ 70 പേര് വന്ന ക്രമത്തിൽ നിന്ന് ദൈവദാസൻ ശിബുവോദറയും ബിജു പുല്ലാടും 2 പേരുടെയും മൈക്കുണ്ടല്ലോ, 2 പേരും വായിച്ചാൽ അത് കാര്യങ്ങളും കാണുന്നു. മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. അവിടെ 46-ന്റെ 27-ൽ 70 പേരെന്ന. ഇനി പുറപ്പാട് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചോ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. അവിടെ ഈ 70 പേരെന്ന. ഇനി ആവർത്തനം 10-ന്റെ 22. അവിടെ 70 എന്നുള്ള കണക്കാണ്. ആവർത്തനം 10-ന്റെ 22. എന്റെ താഴെ നിന്റെ പിതാക്കന്മാരെല്ലാം 70 ദേഹികളെന്ന.
നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ മതി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 46:27, പുറപ്പാട് 1:5, ആവർത്തനം 10:22 70 പേര് വന്നെണ്ണ. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെണ്ണ. 7:14 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ 75 പേര് വന്നെന്നുണ്ട്. അവരാകെ 75 പേര്. അപ്പം മറ്റ് 3 വാക്യത്തിൽ 70, ഇവിടെ വായിക്കുന്നത് 75. അപ്പം വേദപുസ്തകം വായിക്കുന്നവർക്ക് ചിലപ്പോൾ സംശയം വരാം. വായിക്കുന്നവർക്കേ ഉള്ളൂ. ഇത് ഇങ്ങനെ കൊണ്ടാണക്കുന്നവർക്ക് ഒരു സംശയവും ഇല്ല. ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് തർക്കം വരും, സംശയം വരും. കാരണം മറ്റ് 3 വാക്യത്തിൽ 70 പേരെന്ന, ഇവിടെ വായിക്കുന്നത് 75. ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചാൽ കണക്ക്, അങ്ങനെ ചില കണക്ക് വേദപുസ്തകത്തിലുണ്ട്, ചില കണക്കുകളുണ്ട്. അതിലൊരു കണക്കായത് മറ്റ് 3 വാക്യത്തിൽ 70, ഇവിടെ 75. ഇതുപോലൊരു കണക്കാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലുണ്ട്. 24,000 പേര് പട്ടെന്നും 23,000 പേര് പോയെന്നും. സംഖ്യാപുസ്തകത്തിലും കൊരിന്ത്യ ലേഖനത്തിൽ 24, 23 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാധകളാൽ നശിച്ചു പോയത്. ഒരു സ്ഥലത്ത് 23, ഒരു സ്ഥലത്ത് 24. അതും തർക്കമുള്ള വിഷയമാണ്. അത് സൂക്ഷിച്ച് വായിച്ച കാര്യമൊക്കെ പിടികിട്ടും. അത് നമ്മുടെ വിഷയമല്ല, പോട്ടെ. അപ്പോൾ ഈ 5 പേര് ആരാന്ന് ചോദിച്ചാൽ, 1 യാക്കോബ്, 2 യോസേപ്പ്, 3 യോസേപ്പിന്റെ ഭാര്യ ആസനത്ത്, 4 യോസേപ്പിന്റെ മൂത്ത മകൻ മനേഷെ, 5 യോസേപ്പിന്റെ ഇളയവൻ എബ്രയീം. അങ്ങനെ 5 പേരെ സ്തേവാനോസ് തൊലകിച്ചെന്ന. എന്തായാലും ആകട്ടെ, ഇവര് യോസേപ്പിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. യോസേപ്പിന്റെ കാലം എത്താനുള്ള ചരിത്രം നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. മിസ്രയീമിലെത്തി. അത് ആ ചരിത്രമൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. യോസേപ്പിനെ അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിൽ അടച്ചു. ആ തള്ളയാന്ന് തുണിയായിട്ട് അതെല്ലാം ഇങ്ങനെ കൂടെ പൊതിയെ നിവർക്കുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടുകയും, ഇതാ അച്ഛാ ആ തുണി. തള്ളേ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും തുണിയുണ്ട്. യോസേപ്പ് കയറി വരാതിരിക്കാനാ തള്ള തുണിയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. യോസേപ്പിനറിയാം എല്ലാം തിരിച്ച് മാറ്റി മറിച്ച് ദൈവം കൊണ്ടുവരും. സ്തോത്രം. യോസേപ്പിന് നല്ല ഉറപ്പുണ്ട്. തള്ള ഇങ്ങനെ കുറേ നാളായിട്ട് തുണിയായിട്ട് ഇരിക്കുക. യോസേപ്പൊന്നും അനങ്ങാനൊന്നും പോയില്ല. തള്ളാണ് തുണിയുടെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ച് എല്ലാവർക്കും വിടുക. സ്തോത്രം. ഓരോരുത്തരും ഓരോ അഭിപ്രായവും. അമ്മ ചൈനീസ് സിൽക്കാണോ അതോ കോട്ടനാണോ? നമ്മുടെ ആൾക്കാരില്ല, നല്ല അഭിപ്രായം പറയും. കണ്ടിട്ട് ടെറി കോട്ടനാന്നാ തോന്നുന്നു. അത് അമ്മാമ്മ പിടിച്ചുടനെ അത് ഊർന്നിങ്ങ്. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. യോസേപ്പ് ഒരു കാര്യം ഉറപ്പാ, എല്ലാം ദൈവം അടിച്ച് തിരിച്ചു കൊണ്ടുവരുവന്ന്. ദൈവത്തിന് മഹത്വം. നാളുകൾ കഴിഞ്ഞു. കാരാഗൃഹത്തിൽ നിന്ന് ദൈവം യോസേപ്പിനെ ഇങ്ങ് കയറ്റി. നീ എന്നും കുന്നും കുണ്ടറയിൽ കിടക്കാൻ ദൈവം അനുവദിക്കുകയല്ല. ഇപ്പോൾ കുണ്ടറയുടെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നീ എന്നും കൊന്നും ഈ കുഴിക്കകത്തും കുണ്ടറയ്ക്കകത്തും കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ ടൈം ആകുമ്പം നിന്നെ അവിടെ നിന്ന് കയറ്റും. സ്തോത്രം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അവൻ അവൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവനവരെ കയറ്റി. അപ്പോൾ യോസേപ്പിന്റെ മനസ്സായിരിക്കണം നമുക്കും. യോസേപ്പ് അവസാനം സഹോദരന്മാരുടെ പറഞ്ഞു, നിങ്ങൾ നാശമാ ഒപ്പിച്ചു വെച്ചത്, പക്ഷേ ദൈവം അതെല്ലാം ഗുണമാക്കി. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ എന്ന് പറഞ്ഞോട്ടെ. യോടി എന്താ നിങ്ങൾ രണ്ടോടെ പറഞ്ഞു? നിങ്ങൾ രണ്ട് പറഞ്ഞു. അത് പറയാതെ അപ്പം ചെറിയ അനുഭവം. ഞാൻ ഏറെ വർഷങ്ങൾ മരുന്നങ്ങനെ ഉപയോഗിക്കുകയില്ലായിരുന്നു. അത് തീരുമാനമൊന്നും എടുത്തതല്ല, വേണ്ടാന്ന്. സാധാരണ അസുഖങ്ങളൊക്കെ വരും, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. മരുന്നിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഒരിക്കലും അമേരിക്ക ചെന്നപ്പോൾ ഉറക്കമുളപ്പും യാത്രയും അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന് പ്രഷർ അങ്ങ് കണ്ടമാനം കൂടി, നല്ലതുപോലെ പ്രഷർ കൂടി.
അപ്പോൾ ആ ഒരു വീട്ടിൽ താമസിക്കുക. അവിടത്തേക്ക് രീതി അനുസരിച്ച് നമ്മൾ മുഖാന്തരം ആ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതെൻ്റെ ഭാഗത്തും അല്പം അപാകതയെന്ന് പറഞ്ഞാൽ ഞാനും അതിനെ വിധേയപ്പെടേണ്ടി വന്നു. ഡോക്ടറുമൊക്കെ വന്ന് കണ്ട് എല്ലാം പരിശോധിച്ചപ്പം പ്രഷർ നന്നായിട്ട് കുറയുന്നില്ല, അങ്ങ് കൂടുക. അപ്പം വീട്ടുകാർക്കും എല്ലാം എല്ലാവരുടെ താല്പര്യവും ഞാനും താല്പര്യപ്പെട്ടു. പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. അപ്പം എനിക്കങ്ങ് വലിയ മനപ്രയാസം, അയ്യോ മരുന്ന് എടുത്തല്ലോ. അപ്പം എന്നോട് അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ, പാസ്റ്റ് ഇവിടുന്ന് തിരിച്ചങ്ങ് അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കൂ, ഡോക്ടറെ കണ്ടേച്ച് നാട്ടിൽ. അങ്ങനെ ഞാനും അങ്ങ് ചിന്തിച്ചു, നമ്മൾ മുഖാന്തരം അവർക്കും ഒരു പ്രയാസം വേണ്ട, ഞാനും അതിന് വിധേയപ്പെടേണ്ടി വന്നു. ഈ ടാബ്ലറ്റ് എടുത്തു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് നിർത്തി. ഒരാഴ്ച കഴിഞ്ഞ് കുമളിയിലൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. വൈകിട്ട് പ്രസംഗിക്കണം, പകലത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വൈകിട്ടപ്പം അതിൻ്റെ കൂടെ നമ്മുടെ എബിയുണ്ട് പൂന്തുരുത്തില്. അപ്പം പെട്ടെന്നൊരു ക്ലിനിക്കിലോട്ട് ചെന്ന് നോക്കിയപ്പം പ്രഷർ ഹൈ ആയി. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പ്രഷറിൻ്റെ മരുന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എടുത്തതാ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു പെട്ടെന്നത് എടുക്കണം, നല്ല പ്രഷറുണ്ട്. വൈകിട്ട് പ്രസംഗിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നാൽ അത് എടുത്തേച്ച് പോകാൻ പറഞ്ഞില്ലേ, പ്രസംഗം പൂർത്തീകരിക്കുകയല്ലെന്ന് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെയും അത് എടുത്തു. നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചത് എനിക്ക് ഗുണമാക്കിയെന്ന് യോസേപ്പ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം പറയാനാണ്. അങ്ങനെ എടുത്തു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അടുത്ത കാലത്തൊരു 3-4 മാസമായി എൻ്റെ ശുശ്രൂഷയോടും തിരുവല്ല ഹെബ്രോൻ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ശക്തമായ പോരാട്ടങ്ങളും പ്രതിസന്ധികളും അലയടിച്ചു വന്നപ്പം പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയും. സാധാരണ പ്രശ്നം വരുമ്പോൾ പ്രഷർ എനിക്ക് നേരെ കുറയുന്നു. കൂടെ നോക്കിയിട്ട് ഒത്തിരി ഉപ്പിട്ട വെള്ളം കുടിക്കുന്നു, കഞ്ഞിവെള്ളം കുടിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് മരുന്നെടുക്കുന്നില്ല. ഗുണമായത് കണ്ടോ? സാധാരണ പ്രശ്നങ്ങൾ വരുമ്പം ചോദിച്ചതിന് പ്രഷർ കുറയാന്നോ കൂടുക. എനിക്ക് കുറയുന്നു, അതെന്നാന്നറിയാൻ മേല. ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. യോസേപ്പ് പറഞ്ഞു, നിങ്ങൾ ദോഷമെല്ലാം കൂടെ ഒപ്പിച്ചു, ദൈവം അതെല്ലാം ഗുണമാക്കി തീർക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം അതെല്ലാം ഗുണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവം, നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ടില്ലേ, നല്ലതല്ല ഒന്നുമില്ല നീ നൽകും എല്ലാം നന്മയല്ലോ, നല്ലതല്ല. ചേർന്ന് പാട്. ഓ നീ നൽകും എല്ലാം നന്മ, ഓ നിത്യത തന്നിലെത്തോ, നീ നടത്തന്നെ നിൻഗീതം പോൽ നിത്യത തന്നിലെത്തോ, നിൻഗീതം പോലൻ പ്രാണനാഥ് എന്നു വരും, എന്നു തീരും എൻ വേദനകൾ, എൻ പ്രാണനാഥനെന്നു. ജീസസ്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. എല്ലാം ദൈവം ഗുണമാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം. അതെ, യോസേപ്പിന്റെ കാലത്ത് വരെ മിസ്രയീമിലെത്തി. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ജ്യേഷ്ഠന്മാരും അപ്പനും എല്ലാം കൂടെ മിസ്രയീമിലെത്തിയപ്പോൾ യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞു, പിന്നെ നമ്മൾ നാളെ ഫറവോനെ കാണാൻ പോവുക. ആടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനും ചേട്ടന്മാരും എല്ലാം വന്നിട്ടുണ്ട്, പെന്തിക്കോസുകാരാ, ക്രിസ്ത്യാനികളാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മൾ ഫറവോനെ കാണാൻ പോകും. ഓ, അപ്പൊ ഫറവോനെ കാണാൻ ചെല്ലുമ്പോൾ ഇവിടുത്തെ നടപടിക്രമം, ഫറവോൻ നിങ്ങളെ കാണുമ്പം പല ചോദ്യം ചോദിക്കും. അതിലൊരു ചോദ്യം, ജോലി എന്നാന്ന് ചോദിക്കും. നിങ്ങളുടെ തൊഴില്
അന്നേരം സത്യമേ പറയാവൂ. സത്യമേ മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ കള്ളത്തരമൊന്നും വിളിച്ച് പറയരുത്. ഉള്ളതേ പറയാവൂ. ഉള്ളത് മാത്രമേ പറയാവൂ. നെല്ലിക്ക വലിപ്പത്തിലെ ഒരു മൊഴി അങ്ങ് മാറി. മൈക്ക് കിട്ടിയും പറഞ്ഞു ബോണ്ടായോളം വലിപ്പമുള്ള പറയരുത്. അങ്ങനെയൊക്കെ ഉള്ള ബിരുദന്മാരുണ്ട്. സ്തോത്രം. കാലിൻ്റെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ഉടനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ 3 ഇഞ്ച് നീണ്ടെന്ന്. അതിന് റബ്ബർ ബാൻഡാന്നു. കള്ളത്തരമൊന്നും പറഞ്ഞേക്കരുത്. അപ്പൊ അതുകൊണ്ട് യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞു, ഫറവോൻ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും. സത്യമേ പറയാവൂ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാണ്. കന്നുകാലികളെ മേയിക്കുന്നതാണ് ഞങ്ങളുടെ തൊഴില്. അത് സത്യം പറഞ്ഞോ? അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. കാരണം യുവമാരെ യോസേപ്പിന് നന്നായിട്ട് അറിയാം. പിന്നെ യുവമാരെ എവിടെല്ലാം ചെന്ന് എന്തെല്ലാം നാശോപ്പിച്ചേച്ച് സ്തോത്രം ഉമ്മ ബെഡായി അടിക്കുമെന്ന്. അതുകൊണ്ടാ യോസേപ്പ് പറഞ്ഞത് സത്യമേ പറയാവൂ. അല്ലെ ഫറവോൻ വിളിച്ചു ചോദിക്കുക പേരെന്നാ? പേര് ജോർജ് കുട്ടി. എന്നെ തൊഴിലെന്നാ? ഞങ്ങൾക്ക് ആനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയരുത്. ആടും പശുവൊക്കെ ആയിരുന്നെന്നേ പറയാം. ആനയെന്നൊന്നും കയറി പറയരുത്. ആനയൊക്കെ കൈതേ കുഞ്ഞുകുട്ടിക്കായിരുന്നു. നമുക്കിവിടെ പാമ്പൂരം പാറയൊന്നും ആർക്കും ആനയൊന്നും അങ്ങോട്ട് പോയാൽ ഉണ്ട്. ബെഡായി ഒന്നും അടിക്കരുത്. സത്യമേ സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാ, കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇതൊക്കെ സത്യം പറയാം. അങ്ങനെ ഇവർ പറഞ്ഞു. അപ്പൊ ആടുകളെ തീറ്റുന്ന ഇടയന്മാരാകിയാൽ ഇവർക്ക് ഗോഷ്യൻ ദേശം കൊടുത്തു. അങ്ങനെ ഇവരെ ദൈവം ഇവിടെ ക്രമീകരണത്തിൽ കൊണ്ടുവന്ന് യോസേപ്പിന്റെ കാലത്ത് ഇവർ പാർക്കുക. എന്തിനേറെ ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. നാളുകൾ കഴിഞ്ഞു, ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഇവരെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ആ യോസേപ്പ് അങ്ങ് മരിച്ചു. യോസേപ്പിന്റെ കാലം കഴിഞ്ഞു. നാം ഇങ്ങനെ പുസ്തകത്തിൽ വായിക്കുന്ന യോസേപ്പിനെ അറിയാത്തൊരു പുതിയ ഫറവോൻ എഴുന്നേറ്റു. അവൻ ജനത്തോട് കാഠിന്യം തുടങ്ങിയെന്ന 1-ാം അധ്യായം, പുറപ്പാട് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേര്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ ആ വലത്തുവശത്ത് മേള് മുതലൊന്ന് വായിച്ച. അവിടെ 8-ാം വാക്യം മേളിലാന്നല്ലോ. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിനുണ്ടായി. അടുത്തത് അവൻ തന്നെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവർ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. പുരുഷന്മാരുടെ പ്രകൃതി എല്ലാം നല്ല ബാഹുല്യവും ശക്തിയും. ഒറ്റ വാക്ക് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർ. സ്ത്രീകളെ പറ്റി സൂതികർമ്മണികൾ പറയുന്ന ഒരു പദമുണ്ട്. എബ്രായ സ്ത്രീകളും മിസ്രയീമി സ്ത്രീകളെ പോലെ അവർ നല്ല തിറമുള്ളവരാ. ഈ തിറമെന്ന വാക്കിന് ധാരാളം അർത്ഥമുണ്ട്. അത് ഈ സത്യവേദ പുസ്തക കമന്ററി നിഘണ്ടു എന്ന് പറഞ്ഞ് പറങ്ങാമുട്ടി ചാക്കോച്ചാൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളിൽ 10-18 പരം അർത്ഥമുണ്ട്. അതിലൊരർത്ഥം തിറമെന്ന വാക്കിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ വന്നാൽ തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ തിറമെന്ന വാക്കിൻ്റെ ഒരർത്ഥം. പ്രശ്നങ്ങൾ വന്നാൽ തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ തിറമെന്ന വാക്കിൻ്റെ ഒരർത്ഥം. ഉദാഹരണം, മോശ ജനിച്ചു ദിവ്യ സുന്ദരനാ. 3 മാസം ഒളിപ്പിച്ചു. പിന്നെ ഒളിപ്പിക്കാൻ വഹിയാറായി. കൊച്ചു വളരുകയല്ലേ. അപ്പൊ ആ തിറം എന്ന വാക്കിന്റെ അർത്ഥം അമ്മയും പെങ്ങളും. മിരിയാം പെങ്ങള്, അമ്മ യോസേപ്പ്. ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്നൊരു കാര്യം, ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി. കൊച്ചിനെ പെട്ടകത്തിനകത്ത് ആക്കി. എല്ലാം കീലും പൈസയൊക്കെ വെച്ച് ഒട്ടിച്ച്. അമ്മ പറഞ്ഞ് 8 വയസ്സുള്ള മിരിയാനോട് പറഞ്ഞ് ഡി അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഈ 8 വയസ്സുള്ള പെങ്ങള് ഏതാ മിരിയാമ്മ കൊച്ചിനെ എടുത്തോണ്ട് നൈൽ നദിയുടെ അവിടെ ഞാങ്ങണയുടെ കൊണ്ടുവച്ചു. വെച്ചേച്ച് ഉണ്ടയിട്ടില്ല. കുട്ടനാടൻ ഭാഷയാണ്. ഉണ്ടയിട്ടില്ല. അവൾ വെച്ചേച്ച് ഇച്ചിരി മാറി അവിടെ നിന്നേച്ചെടുത്തേക്കുന്ന അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നെന്നാ പുറപ്പാട് 2:4 വായിച്ചേ. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ ദൂരത്ത് നിന്നു. ആ തന്റെ ഇടം കണ്ടോ? തിറമെന്ന വാക്കിന്റെ അർത്ഥം. അല്ലല്ല, അത് നമുക്കത് അത്ര മതി. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവന്റെ പെങ്ങൾ ഇങ്ങനെ ദൂരത്ത് നിൽക്കുക. 8 വയസ്സുള്ള പെങ്കൊച്ച്. അല്ല, തന്റെ ഇടം കണ്ട.
അങ്ങനെ അവൾ വീക്ഷിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടെ നിന്നപ്പോൾ ഫറവോന്റെ പുത്രിയും തോഴിമാരും കുളിക്കാൻ വന്നു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. അവര് നോക്കിയപ്പോൾ ഒരു പെട്ടകം പെട്ടെന്ന് കൊണ്ട് തുറന്നു നോക്കിയപ്പം എബ്രായ കുട്ടി, ഓമനത്തമുള്ള ദിവ്യസുന്ദരൻ, കൊച്ചിനെ മഹാറാണി എടുത്ത് കണ്ടു. എബ്രായ കുട്ടി അന്ന് ബോധ്യപ്പെട്ടു. അന്നേരം 8 വയസ്സുള്ള മിരിയാം, എന്റെ ശൈലി പറയുക, അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, അമ്മാമ്മേ കൊച്ചിനെ വളർത്താൻ ആളിനെ വേണമെന്ന്. തറ വന്ന വാക്കിന്റെ അർത്ഥം തെളിഞ്ഞ കണ്ടോ? അമ്മാമ്മേ കൊച്ചിനെ വളർത്താൻ ഭാവവ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ വല്ല വരുന്നത് എൻ്റെ ചക്കരി ഒറ്റ താങ്ങ് നിന്നെ അന്ന് തീർക്കും. ആ തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? അല്ല, അത്ര നല്ല ഭാവവ്യത്യാസമൊന്നുമില്ല. അമ്മാമ്മേ ഈ കൊച്ചിനെ വളർത്താൻ ആളിന് വേണം. പിന്നെ റാണി ഇവളെ ഒന്ന് നോക്കി, ആരിലും ഉണ്ടോടി അവിടെ നോക്കി. ഇവള് നേരെ വന്ന് അമ്മയോട് പറഞ്ഞ് പണിയേറ്റ് വരാൻ പറഞ്ഞു. അമ്മ അതിലും മിടുക്കി. അമ്മയും വന്ന് ഭാവവ്യത്യാസമൊന്നുമില്ല. തമ്പുരാട്ടി കൽപ്പിച്ചാൽ സ്വന്തം കൊച്ചാന്ന് ഓർക്കണം. ഉണ്ടോ തറവന്ന വാക്കിന്റെ അർത്ഥം? എൻ്റെ ശൈലിയിലായി പറയുന്നേ. തമ്പുരാട്ടി കൽപ്പിച്ചാലോ, എടി കൊച്ചിന് പാലുമൊക്കെ കൊടുക്കണം, വളർത്തണം, നിനക്ക് ശമ്പളവും തരാം. ഊവേ നമ്മളായിരുന്നല്ലോ. അന്ന് നിന്റെ വടലിൽ പോകും. ഇനി എന്നാ തീരാനാ? അല്ല, ആ തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? ആ പ്രശ്നം അതുപോലെ കൈകാര്യം ചെയ്തത് കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ. അല്ലാതെ ഒരു വീടിനകത്തൊരു അഭിപ്രായ വ്യത്യാസം വന്നോണ്ട് നേരെ മുറ്റത്തോട്ടി അടിച്ച് ഓടിവായോന്ന് നാട്ടുകാരെയല്ല, ഉറങ്ങിക്കിടന്നവനും എല്ലാം ടോർച്ച് വായിട്ട് വന്ന് എന്നെ അമ്മാമേ. കോളനി മുഴുവൻ ഇളകി ഈ ഒരുത്തി കാരണം. നാട്ടുകാർ ഉടനെ പറയും, ഇവളെന്ന് ഈ കോളനി വന്നു അന്ന് തുടങ്ങിയതാ ഇവിടെ. അവളാ കൂടുതൽ മറുഭാഷയും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാ തിറമെന്ന വാക്കിന്റെ അർത്ഥം. പ്രശ്നം കണ്ട പരിഹരിച്ച കണ്ടോ? അതാ നല്ല തൻ്റെ ഇടം. ഇനി മറുവശമുണ്ട്, പ്രശ്നം ഉണ്ടാക്കാനും മുന്നില്ല. യോടി വായിച്ച സംഖ്യ 12:1. സംഖ്യ 12:1 പെട്ടെന്ന് വായിക്കണം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. കണ്ടോ? പ്രശ്നം ഉണ്ടാക്കാനും മുന്നിൽ വന്ന കണ്ടോ? മോശ ഒരു കല്യാണം കഴിച്ചു, ഈ തള്ള കയറി. അപ്പം പ്രശ്നം പരിഹരിക്കാനും മുന്നില്ല, പ്രശ്നം ഉണ്ടാക്കാനും. രണ്ടാമത് പറഞ്ഞ ആൾക്കാരായി ഇവിടെ ഇരിക്കുന്നത് കൂടുതലും ഏതാ? പരിഹരിക്കുന്നവര് വളരെ വിരളമാണ്. നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം, പരിഹരിക്കുന്നതൊക്കെ കുറച്ചാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ആൾക്കാരായി ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ ആട്ടെ, നിങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നവരാകട്ടെ. അപ്പൊ പുരുഷന്മാരെല്ലാം ആരോഗ്യമുള്ളവര്, സ്ത്രീകളെല്ലാം തറമുള്ളവര്. അപ്പോൾ സൂക്ഷ്മതയോടെ അവർ വീക്ഷിച്ച് പറഞ്ഞു, ഇവരിൽ നിന്ന് ജനിക്കുന്ന സന്തതി ഊറ്റന്മാരായിരിക്കും. അതുകൊണ്ട് ഇവരെ ഒതുക്കണം, തകർക്കണം. അതിനെന്താ പോംവഴി? ഇഷ്ടികയുടെ എണ്ണം കൂട്ടണം, വൈക്കോല് കൊടുക്കാതിരിക്കണം, ഊഴിയ വിചാരകന്മാരെ ഇവരുടെ മേൽ കൽപ്പിച്ചാക്കണം, അവരെ നന്നായിട്ട് പീഡിപ്പിക്കണം, ഉപദ്രവിക്കണം. അങ്ങനെ ദൈവജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇനി അധികം വിവരിക്കുന്നില്ല. പീഡനിമിത്തം ദൈവത്തോട് നിലവിളിച്ചു. ഇവരുടെ കഷ്ടത ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവം അവൻ പദ്ധതി കിട്ടു. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തന്നെ തിരഞ്ഞെടുത്തു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന്റെ മുമ്പാകെ ചെല്ലണം. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മോശ അമ്മാവിയപ്പന്റെ ആടുകളെ മേയിക്കുന്ന സമയമാണ്. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം ഞാൻ അങ്ങ് വിടുക. അമ്മാവിയപ്പന്റെ ആടുകളെ മേയിക്കുന്ന സമയത്ത് ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറത്ത് ഹോരേ പർവ്വതത്തിന്റെ അവിടെ ചെന്നപ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. ചാമ്പലാകുന്നില്ല, പക്ഷെ തീ കത്തിയ ആളുക. അപ്പോൾ ഈ അതിശയമായ കാഴ്ച കണ്ട മോശ ആഴ്ചയിൽ ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. മോശെ കയറി വരാൻ പറഞ്ഞു. കയറി വരാൻ പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ചെരുപ്പ് അഴിച്ചേച്ച് വേണം കയറി വരാം. മോശ ഉടനെ ചെരുപ്പ് അഴിച്ചു ഒരൊറ്റ ഏറ്, എൻ്റെ ഭാവനയാ, ഒറ്റ ഏറ് കൊടുത്തു. നമ്മളന്ന് ചെരുപ്പ് അഴിച്ചേച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും, പ്രാർത്ഥിച്ച് നോക്കണം കളയണമെന്ന്. പ്രവാചകി കുഞ്ഞുഞ്ഞമ്മേനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നോക്കണം, ഇത് കളയണോ
കളയുണ്ടോ? സ്തോത്രം. പ്രവാചകന്മാരുടെ എല്ലാം നമ്പർ ഇഷ്ടം പോലെ കയ്യിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പാസ്റ്ററെ കുറച്ച് നാളായിട്ട് ചെരുപ്പ് വാട്ടിക്കാൻ നിൽക്കുക, കളയണോ? മോശ ഇതിനൊന്നും മെനക്കെട്ടില്ല, ദൈവം പറഞ്ഞതില്ലയോ, പഴിച്ചേച്ചൊരു ഒറ്റ ഏറിഞ്ഞു, ഊരോട്ട് ഏറ്, ഇനി കയറി വരാൻ പറഞ്ഞു, നേരെ കയറി അങ്ങ് ചെന്ന്. അപ്പൊ തമ്പുരാൻ ചോദിച്ചു, ഇനി ആ ഭാഗം നിങ്ങൾക്കറിയാം, രണ്ടുപേരുള്ള സംഭാഷണമാണ്. നിന്റെ കയ്യിൽ എന്തുവാണ്? കയ്യിലെ വടി തന്നെയാണോ? അയ്യോ ആന്നേ, വടിയാന്നേ. താഴോട്ടിടാൻ പറഞ്ഞു. വടി താഴെ ഇട്ടപ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ മോശ ഓടിയിട്ട് ഇപ്പൊ സ്പീഡിൽ ഓടാൻ മേല. കാരണം കാലെ അത് ദൈവത്തിനറിയായി ഇവൻ ഓട്ടത്തിൽ മുൻപന്തി വരുമെന്ന്. ഇപ്പം പണ്ടൊരൊറ്റ ഓട്ടം മിസ്രൈമിൽ ഓടിയിട്ട് മിദ്യാനി പോയി നിന്നവനാ, ഉഷ പോലും ഒപ്പം എത്തുകയല്ല. അപ്പൊ ഇവൻ സമയം കിട്ടുമ്പം ഇടയ്ക്കിട്ടേച്ച് ഓടും. നമ്മുടെ സഭയുടെ പേരിന് PMI ഇവൻ ഓടുവന്ന് ദൈവത്തിന് ഇവൻ ഇടയ്ക്ക് ഓടാൻ പിന്നെ മിക്കതും ഓടാൻ സാധ്യത ഉണ്ട്. അത് ദൈവത്തിന് നേരത്തെ അറിയാം. അതിനാ ചെരുപ്പ് അഴിച്ച് ഉരുട്ടം കളഞ്ഞു. ഇപ്പൊ ഓടണമെന്നുണ്ടെങ്കിലും കാലെ ചെരുപ്പില്ല. ഷുഗർ ഉള്ളത് കൊണ്ട് തട്ടി എങ്ങാനും മുറിവെന്നുള്ള പേടിക്കെങ്കിലും അവിടെ നിന്നോളൂ. ദൈവത്തിന് നമ്മളെ എല്ലാം നല്ലതുപോലെ അറിയാം. അത് ആ ചെരുപ്പടിച്ച് ആദ്യം ദൂരെ കളയിപ്പിച്ചു. അപ്പോൾ ഓടിയിട്ട് ഇപ്പോൾ ഓടാനൊക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, ഓടുകയൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യേ. അതെന്തുവാ? പാമ്പ്. ഒരു കാര്യം ചെയ്ത് പാമ്പിനെ ഇനി പിടിക്കുക. എവിടെ പിടിക്കാനാ പറഞ്ഞേ? വാലയെ പിടിക്കാൻ പറഞ്ഞു. വാലയെ പിടിച്ച് അന്നേരം എന്താണ്ട് വടിയായി. ഇപ്പൊ ഇത് പാമ്പിന്റെ വാലയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്റെ ഭാവനയാ. വാലയെ പിടിച്ചു. അപ്പൊ തലയുടെ ഭാഗം ഇപ്പൊ എവിടെ ആയി? താഴെയാ. സാധാരണ പല ആൾക്കാരും വടിയും പിടിച്ചോണ്ടിരിക്കുന്ന തലയുടെ ഭാഗം എവിടാ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ വടി പിടിക്കാൻ പോലും അറിയാൻ മേല. പുള്ളിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിക്കണമേ. വടി പിടിക്കാൻ പോലും അറിയാൻ മേല. അത് വേറൊരു വിഷയം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വടി പാമ്പിന്റെ വാലയെ പിടിച്ചു. വടി നമ്പുരാൻ പറഞ്ഞു, അധികം ഓടുവൊന്നും വേണ്ട. സ്തോത്രം. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അത് ശ്രദ്ധിച്ചു മാത്രം ഇരിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക. തമ്പുരാൻ പറഞ്ഞു, ഇനി വാ, എന്റെ ജനമാകുന്ന ഇസ്രായേലിനെ നീ രക്ഷിക്കണം. ഇതുപോലെ മിസ്രയീമിൽ മന്ത്രവാദികളും വടിയിട്ടപ്പോ പാമ്പായി. കൊട്ടാരത്തിൽ ചെന്ന് അത്ഭുതം നടത്തുക. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരിക. ഈ വടിയുമായിട്ട് ആ ജനത്തെ വിടിവിക്കുവാൻ ചെന്ന് അത്ഭുതം ചെയ്തത്. അത്ഭുതം ചെയ്യാൻ മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന് മുഖം കാണിക്കണം. അപ്പോൾ മോശ പറഞ്ഞു, ഫറവോനെ ഞാൻ മുഖം കാണിക്കുമ്പോൾ ഫറവോൻ ചോദിക്കും, ആരാന്ന്? മോശയാന്ന് പറയണം. ആരാ അയച്ചത്? ദൈവമാന്ന് പറയണം. അപ്പൊ മോശ ചോദിച്ചു, ഫറവോൻ നിന്റെ ദൈവത്തിന്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ പറയണം. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതങ്ങനെ കൊണ്ട് പറഞ്ഞാൽ മതി, അവന് മനസ്സിലാകും. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, ഞാനാകുന്നവൻ ഞാനാകുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹോദരിമാർക്ക് പെട്ടെന്ന്, ഞാൻ എപ്പോഴും പറയും സഹോദരിമാർക്ക് പിടികിട്ടും. ഉദാഹരണം, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി, അർദ്ധരാത്രിയായിട്ടും കാണുന്നില്ല. ഉദാഹരണമാണ്, കാണുന്നില്ല. പഴയ കാലമാണെങ്കിൽ റാന്തൽ വിളക്കിന്റെ തിരിതാത്ത് കടകു അടച്ച്, സാക്ഷാ കടക, അമ്മ ഇങ്ങനെ ഇരിക്കുക. അർദ്ധരാത്രി ആയപ്പോ ഭർത്താവ് തിണ്ണെ വന്നേച്ച് വിളിച്ചു, മോളി. കടകെ മുട്ടിയല്ലേ വിളിച്ചു, മോളി. ഉടനെ അകത്തിരുന്ന് മോളി. ന്യായമായൊരു ചിന്തയാ. ആരാ? പേടിച്ചാലും ശബ്ദം ഉണ്ടാകും, ധൈര്യം ഉണ്ടെങ്കിലും രണ്ടും ഉണ്ടാകാം. ആരാ? ഉടനെ തിണ്ണെ നിൽക്കുന്ന കുഞ്ഞുഞ്ഞ്, ഞാനാ. ഉടനെ അകത്തിരുന്ന് മോളി, ഏത് ഞാൻ? 20 വർഷം കൂടെ ജീവിച്ച കുഞ്ഞുഞ്ഞ് തിണ്ണെ നിന്ന് ഞാനാന്ന് പറയുമ്പോൾ 20 വർഷം കൂടെ ജീവിച്ച മോളി അകത്തുനിന്ന് ഏത് ഞാനാന്ന് നീ എങ്ങാനും ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് വെളുപ്പിനേക്കകം നീ അറിയും. 20 വർഷം കൂടെ ജീവിച്ച കുഞ്ഞുഞ്ഞ് തിണ്ണെ നിന്ന് ഞാനാന്ന് പറഞ്ഞപ്പോൾ മോളി അകത്തിരുന്ന് ഏത് ഞാനെന്നെങ്ങാനും ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് നീ വെളുക്കുന്നതിന് മുന്നേ അറിയും എന്ന് പറഞ്ഞാൽ, ഞാനാകുന്നെന്ന് പറഞ്ഞാൽ, എടാ പറവോനെ, സത്യദൈവത്തെ ഭജിക്കുവാനും നിത്യജീവനം പ്രാപിക്കുവാനും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുവാനും ആചരിക്കുവാനും ഈ ജനത്തെ, ഈ കോളനിയിലുള്ള ഈ ദേശത്തുള്ള ജനത്തെ വിട്ടുകൊടുക്കാതെ ദേശത്തിന്റെ അധിപതിയോട് പറയുകയാ, നീ തടുത്തു വെക്കുന്നെങ്കിൽ, തടഞ്ഞു വെക്കുന്നെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുകയാ.
സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യജീവനെ പിടിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിടാതെ വണ്ണം അവൻ പല വിഷയങ്ങൾ പറഞ്ഞ് ഈ തടുത്തും തടഞ്ഞും വെച്ചിരുന്നാൽ ഈ ദിവസത്തെ യോഗം കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്യുക. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവമാകുന്ന യേശുക്രിസ്തു. പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ആരാണ് ആരാധിക്കേണ്ടത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കണം. ഇന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി, ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി ജനത്തെ തടുത്തു വെക്കുന്ന, തടഞ്ഞു വെക്കുന്ന ദൂഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ശ്രദ്ധിക്കുക, മരുഭൂമിയിലെ സഭയുടെ വിശേഷതകൾ. ഒന്നാമത്തെ വിശേഷതയാ ഈ പറഞ്ഞു വരുന്നത്. ഇനി കമ്പിവാചകം പോലെ മുമ്പോട്ട് പോകും. ഹരിപ്രസാദ് 10 മണി എന്നാണ് എന്നോട് പറഞ്ഞത്. യോജിച്ചൻ 9:30 പറഞ്ഞു. അപ്പം രണ്ടുപേരെയും കൂടെ കണക്കിലെടുത്ത് പരുവത്തിന് ഞാൻ നിർത്തും. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം യോഗം കഴിഞ്ഞില്ലേ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, സഭയുടെ ഒന്നാമത്തെ പ്രത്യേകതയാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫറവോനോട് ചെന്ന് മുഖം കാണിച്ച് ഇസ്രായേലിന്റെ ദൈവം വെളിപ്പെട്ടിരിക്കുന്നു. എന്താ ദൈവത്തിന്റെ പേര്? ഞാനാകുന്നവൻ ഞാനാണ്. അങ്ങനെ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് കാര്യമെല്ലാം പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിലാണ് മന്ത്രവാദികളും വന്നു. മന്ത്രവാദികളെ വിളിച്ചു. അത്ഭുതം കാണിക്കുകയില്ലേ, അടയാളം. അപ്പൊ മോശ വടി നാടോട്ടിട്ട് അഹരോനും ഉണ്ട്. അപ്പൊ അത് പാമ്പ്. ഉടനെ മന്ത്രവാദികൾ വന്ന് അവരും വടി, അവരുടെ ഉണ്ട് വടി. അതുങ്ങളും വന്ന് വടി കിട്ടി. വടി കിട്ടപ്പോ അതുങ്ങളുടെ വടി പാമ്പായി. ചുരുക്കി പറഞ്ഞ പാലസ് മുഴുവൻ പാമ്പ്, മുഴുവൻ പാമ്പാ. ഉള്ള പാമ്പെല്ലാം കൂടെ അന്തിയായപ്പം കിടന്ന് പാമ്പായ പാമ്പെല്ലാം കിടന്നാടുന്നു. ഇപ്പം പാമ്പെല്ലാം കൂടെ കിടന്ന് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അങ്ങ് പണഞ്ഞൂറ്റുക, ഇടവഴി കയറി എല്ലാം കൂടെ പാമ്പെല്ലാം കൂടെ കിടന്നാടിയപ്പം അഹരോ, എൻ്റെ ഭാവനയാ, അഹരോൻ ചോദിച്ചു, അച്ഛാ നമ്മുടെ പാമ്പ് ഏതാന്ന്? നമ്മുടെ പാമ്പ് ഇപ്പം അത് തർക്കവേദ. നമ്മുടെ സഭ ഏതാ ഇത്? നമ്മുടെ ആൾക്കാർ ഇതിൽ ചിലക്ക് അങ്ങനെ ഉണ്ട്. പുള്ളി നമ്മുടെ ആന്നോ? അങ്ങനൊക്കെ ചിന്തയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ പാമ്പ്, എല്ലാ പാമ്പും കിടന്ന് ആടുക, മുഴുവൻ പാമ്പും ആടുക. അപ്പം എൻ്റെ ചിന്ത, മോശ പറഞ്ഞ വെയിറ്റ് ഇച്ചിരി കഴിഞ്ഞറിയാം നമ്മുടെ പാമ്പ് ഏതാണ്. ഇന്നായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയും ഒക്കെ തരംതിരിക്കാം പാമ്പ്. അണ്ട IPC അത് ഞങ്ങളുടെ പാമ്പാ, കുമ്പനാട് സൈഡ്. അപ്പൊ പറയും വെളുത്തൊരു പാമ്പ് അത് മുളക്കോട് സൈഡാ, കറുത്ത ഒരു പാമ്പ് അത് നാട്ടകം പാക്കൽ സൈഡാ. ഇന്ന് അങ്ങനെയൊക്കെയാ പാമ്പിനെ തിരിക്കുന്നത്. അണ്ട അത്ര വെളുത്തത് വല്ല അത്ര അത് BMI ഇന്നൊക്കെ അങ്ങനെ പാമ്പിനെ തിരിക്കുന്നത്. ആ നീളമുള്ള പാമ്പ് അത് അസംബ്ലീസ് ഓഫ് ഗോഡ്. കാരണം ഞങ്ങളാണ് വേൾഡിൽ 1-ാം പെന്തിക്കോസ്. അതിന്റെ തൊട്ട് പുറകെ നീളം കുറഞ്ഞത് അത് ചർച്ചക്കോടിന്റെ പാമ്പാണ്. സ്തോത്രം. പിന്നെ അതിന്റെ ഇച്ചിരി വണ്ണവും തലക്കനമുള്ളൊരു നല്ല പത്തിയൊക്കെ നന്നായിട്ട് അത് IPCയുടെ പാമ്പാണ്. പിന്നെ എങ്ങ് ഒട്ടാതൊരു പാമ്പാണ് അതിൽ, അത് TPM. അത് ഇതിന്റെ കൂടെ കയറി എഴയല്ല. ഇന്നായിരുന്നെങ്കിൽ ഇങ്ങനെല്ലാം നമുക്ക് തിരിക്കാം. അന്ന് ഇതൊന്നും തിരിക്കാനൊക്കത്തില്ല. ആ പാമ്പായ പാമ്പെല്ലാം കിടന്നാണ്. മോശ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇച്ചിരി കഴിഞ്ഞ് മനസ്സിലാകും പാമ്പ് നമ്മുടേതാണ്. ചുരുക്കി പറഞ്ഞ പാമ്പെല്ലാം കൂടെ ആടി ഉറഞ്ഞങ്ങോട്ട് വന്നപ്പോൾ മോശയുടെ പാമ്പ് ബാക്കി പാമ്പിനെ എല്ലാം അങ്ങ് പിഴുങ്ങി, മുഴുവൻ പാമ്പിനെ പിഴുങ്ങി. എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാ, ഓരോ ഹല്ലേലൂയായും പറയുമ്പോൾ ഇതിനെ അങ്ങ് പിഴുങ്ങുക. ഓരോ സ്തോത്രം പറയുമ്പോഴേ ഇതിനെ അങ്ങ് പിടുങ്ങുകയാണ്. ഇത് ആത്മീകർക്കെ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ പിടികിട്ടു. നീ ഉറക്കെ ഹല്ലേലൂയ പറയുമ്പോൾ, ഉറക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഉറക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, സന്തതിക്ക് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി അവൻ പണം പിരിച്ചു നിൽക്കുന്നതിനെയെല്ലാം നീ അങ്ങ് വിഴുങ്ങുക.
ഞാനീ പറയുന്ന തിയോളജിയന്മാർ ചിലപ്പോൾ എന്നെ കണ്ണിക്കും, അത് കണ്ണിക്കട്ടെ. ആത്മീയർക്ക് ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ പിടികിട്ടിയെന്ന് വരാം. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിച്ചെന്ന് വരാം, ആക്ഷേപിച്ചെന്ന് വരാം. പരിഹാസ ശരങ്ങൾ തൊടുത്തുവിട്ടെന്ന് പറയാം. നമുക്കത് വിഷയമല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്ക് വിരോധമായി പണം പിരിച്ചു നിന്ന് ആടുന്നതിനെല്ലാം വിഴുകുക. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, മുൻപോട്ട് പോകാം. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് ഫറവോന് മാനസാന്തരം വരുന്നില്ല. നിങ്ങൾ ആ ഭാഗം അറിയാമല്ലോ. ഓരോ ബാധ കഴിയുമ്പോഴും പുള്ളി ഓരോ യോഗം വെക്കും. ബാധ വരുമ്പോൾ ഫറവോൻ മാനസാന്തരപ്പെടുന്നില്ല. ഓരോ ബാധയ്ക്കും ഓരോ യോഗം കഴിയുമ്പോൾ ബാധ മാറും. ഉടനെ ഫറവോന്റെ ഹൃദയം കഠിനമാണ്. പണ്ട് കവി പറഞ്ഞല്ലോ, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുഷ്ടന്മാർ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ക്ഷീരം, പാല്, അകിട്, പശുവിന്റെ അകിടിന് ഇഷ്ടം പോലെ പാല് ഉണ്ട്. എന്നാ കൊതുക് എന്നുവെച്ച് പറയാ, ഇത്രയും നാളും ചോര കുടിച്ചെന്നാ ഇന്ന് ഇച്ചിരി പാല് കുടിച്ചേച്ച് പോകാൻ ഒറ്റ കൊതുക് പോലും ചിന്തിക്കുകയില്ല. അതിനാ ചോര തന്നെ കൊതുകിന് കൗതുകം. എത്ര യോഗം കേട്ടാലും എത്ര യോഗത്തിന് വന്നിരുന്നാലും വേലപുസ്തകം NIV KJV ഉണ്ടെങ്കിലും ചിലർ ഗുണമാകുകയില്ല. ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതാ ഓരോ ബാധയ്ക്കും ഓരോ യോഗം കഴിയുമ്പം ബാധ മാറും. ഉടനെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടും. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹൃദയം കഠിനമാണ്. എനിക്ക് ചിന്തനീയമായത്, ഈ ഇസ്രായേൽ മക്കൾ അവിടെ മോശ ബാധ അയച്ചപ്പോൾ മിസ്രയീം ദേശത്ത് മുഴുവൻ തവളയെല്ലാം കൂടെ കരക്കോട്ട് കയറി ശല്യം ഉണ്ടാക്കി. കൊട്ടാരത്തിലും കലത്തിലും അടുപ്പിലും എല്ലാം തവള. ബെഡ്റൂമിൽ വരെ തവള കയറിയെന്ന. കാരണം ഫറവോന്റെ പള്ളിയറയ്ക്കകത്ത് തവള, സിംഹാസനത്തിൽ തവള. എഴുതിയിട്ടില്ലെങ്കിൽ ഊഹിക്കാം. സിംഹാസനത്തിൽ തവള. ഫറവോൻ ചെന്ന് സിംഹാസനിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടുന്നു. നമ്മളോർക്കും ആത്മാവിലാകുന്നു, ചുമ്മാതാ തവളയാ. ചിലർ അങ്ങരിക്കുമ്പോൾ ഇളകുന്ന കണ്ടില്ല. തവളയാന്ന് ഇതിനടിയിലെ എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും ഈ തവള അടിയിൽ നിന്ന്. അപ്പൊ തവളയെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. തോട്ടിലും സമുദ്രത്തിലും കുളത്തിലും എല്ലാം കിടന്ന് തവള കരയ്ക്കോട്ട് കയറി ശാന്തി. അവിടെ ഫറവോൻ പറഞ്ഞു, നമുക്കൊരു യോഗം വെക്കണം. ആരെ വിളിക്കണം? അത് മോശോപദേശിയെ തന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആള് വിട്ട് മോശയെ വരുത്തി. മോശയോട് പറഞ്ഞു, പെട്ടെന്ന് പാലസിലോട്ട് വരാം, ഫറവോൻ യോഗത്തിന് വിളിക്കും. മോശ ഓർത്തത് ഇക്കൈക്ക് മുന്നിൽ രക്ഷിക്കപ്പെടുവെന്ന്. മോശ ആശയോടെ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ച്, അങ്ങ് നിന്നെ വിളിച്ചേ. ഉടനെ പുള്ളി പറയാം, തവള മാറാൻ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലല്ലോ, രക്ഷിക്കപ്പെടാൻ താല്പര്യമില്ലല്ലോ. ഇപ്പോഴെല്ലാം തവള മാറാനുള്ള പ്രാർത്ഥനയല്ലേ. തവള മാറാൻ പ്രാർത്ഥിക്കാം. പിന്നെ മോശം ചിന്തിച്ച് വന്നുപോയി, തവളയെങ്കിൽ തവള, പേനെങ്കിൽ പേൻ, ഈച്ചയെന്ന് ഈച്ച, വന്നുപോയില്ലേ. മോശ ഉടനെ ചോദിച്ചു, ആട്ടെ തിരുമേനി, തവള എപ്പോൾ പോകാനാ തിരുമേനിയുടെ ആഗ്രഹം? ഉടനെ തിരുമേനി പറഞ്ഞ സമയം കണ്ണേ, നാളെ. അങ്ങനെ എഴുതിയേക്കുന്നത്. വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ 18 മുതലൊന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നല്ലോ. 8-ന്റെ 18 മുതൽ വായിച്ചേ. 8:18 പെട്ടെന്ന്. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ 11 മുതലില്ലയോ സൂപ്പാസ്റ്റേ? തവള പിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ടു നീങ്ങുന്ന അതിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിനും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം. തവള മാറാൻ. തവളെ കൊണ്ട് പുറത്തു മുട്ടി കിടക്കുക. അടുപ്പിലും കലത്തിലും കൊട്ടയിലും പാട്ടിയിലും എല്ലാം തവള, ബെഡ്റൂമിൽ തവള, എല്ലായിടത്തും തവള. തവളയെ കൊണ്ട് പുറത്തു മുട്ടി. അതാ മോശ പറയാ, തവള നിന്നെയും നിന്റെ ജനത്തെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം. ടൈം. തവള മാറാൻ എപ്പോ ടൈം പറയാം. പറഞ്ഞ ടൈം എന്നാ? വായിക്കേ. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ഗൃഹങ്ങളെയും നിന്റെ ഗൃഹങ്ങളെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിന് നിന്റെ ഭൃത്യന്മാർക്ക് വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം. ടൈം. അപ്പൊ പറഞ്ഞ ടൈം എന്നാ ഞാൻ ചോദിച്ചത്. അത് വായിച്ചേ. തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് നിന്റെ ജനത്തിന് നിന്റെ ഭൃത്യന്മാർക്ക് വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം. ഉടനെ ഫറവോൻ പറഞ്ഞ സമയമാ നാളെ. അങ്ങനെ അടിച്ചേക്കുന്നത്. 9-ാമത്തെ വായിച്ചു.
മോശ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനു വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും പറഞ്ഞു. നാളെ എന്നവൻ തവള എപ്പോ പോകാനാ നിന്റെ ടൈം, നിന്റെ ആഗ്രഹ സമയം? അപ്പൊ സമയം ചോദിച്ചപ്പോ പറഞ്ഞ സമയം എന്നാണ്? നാളെ. നാളെ. തവള എപ്പോ പോകണം? പുള്ളി പറയാ നാളെ. അപ്പൊ പിന്നെ ഇന്ന് എന്നാ പരിപാടി? ഇന്ന് തവളയുടെ കൂടെ. ബിഡി, നീ പറയേണ്ടത് ഇന്ന് തവള മാറാനല്ലേ പറയണ്ടേ? ആ തവള നാളെ വിട്ടാൽ മതി. ഇന്ന് തവളയായിട്ട് ഒരു കൂട്ടായ്മയും കൂടെ കൂടിയേച്ച് ചെല്ലുപടത്തിലെ പാഷ ഞാൻ നാളെ കൂടി നിർത്തും, പക്ഷെ ഇന്ന് ഒരു ഇച്ചിരി കൂടെ തവളയാ. പക്ഷെ ഏതായാലും ചാർമിനാർ മേടിച്ചത്, കാശ് കൊടുത്ത് മേടിച്ച ഇന്നുകൂടെ വലിച്ചു തീർത്ത് നാളെ. അതാ ചോദിക്കുന്നത്, നാളെ യോഗമുണ്ടോ? നാളെ യോഗമുണ്ട്, നീയുണ്ടോ? ഏത് സമയത്തും മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തലോടാം. ആ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാം. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ലാതമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ലാതമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന, ഓർക്കായിലെന്തു കഷ്ടമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാ. പണ്ടൊക്കെ മരിക്കാൻ താമസമാണ്. ഞാൻ സാധാരണ എൻ്റെ ശൈലി പറയാനുണ്ട്. പ്രായമുള്ളവരൊക്കെ വീട്ടിൽ കിടക്കുമ്പം നമ്മൾ ഇന്ന് എങ്ങനെയുണ്ട്, ഇന്ന് ഒരു കുറുകുറുപ്പും മുട്ടലും ഒക്കെ ഉണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വെളുപ്പിനെ എന്നമ്മ പുള്ളി പൊടിയരിക്കഞ്ഞ് കുടിച്ചോണ്ടിരിക്കുന്നു, പ്ലാവല കൂട്ടി. വെളുപ്പിക്കുമെന്ന് ഇതിലച്ചിരി ഒഴുകിയും വരുന്നു. അല്ല, പ്ലാവലയ്ക്ക് തന്നെ തടുത്തു ഓടി അതും അടിച്ചു. വെളുപ്പിക്കുകയല്ലെന്ന് പറഞ്ഞ പുള്ളിയാണ് പണ്ടൊക്കെ അങ്ങനെ. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്യാന്നിരിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ചെള്ളയ്ക്ക് ഒരു നീർക്കോളും പൊത്തയ്ക്കും ഒരു മിക്കാറും. നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോൾ പുള്ളി വടിയും കുത്തി ഒട്ടുപാല് പറിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ യാതൊരു താല്പര്യവും മൂപ്പിലായിക്ക്. പിന്നെ ഞങ്ങൾ ഉപദേശിമാരൊക്കെ ചെല്ലുമ്പോൾ മരുമക്കൾ പറയും, പാസ്റ്ററെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവഹിതത്തിനായിട്ട്. മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഞങ്ങൾ അതിന്റെ പരുവത്തിനൊക്കെ കൈകാര്യം ചെയ്യും. ഇതൊക്കെയാ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചോദിക്കും, നമ്മുടെ ദേവച്ചൻ എങ്ങനെയാ മരിച്ചത്? അയ്യോ, യോഗത്തിന് ഇന്ന് വായിക്കോട്ട വിട്ടതാ, പിന്നെ അടച്ചില്ല. തങ്കച്ചൻ കയറി അടക്കിയായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ മരണമാണ്. നമ്മുടെ ചിന്നമാമി എങ്ങനെയാ മരിച്ചത്? അയ്യോ, യോഗത്തിന് ഒരു ഇക്കളേ ഉള്ള, പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല, അതിനെ ഉള്ളു ചിന്ന. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈലന്റ് എന്നല്ലേ പറഞ്ഞത്. ജോയിക്കുട്ടി അങ്ങനെ സൈലന്റ് ആയത്. പുള്ളി യോഗത്തിന് സൈലന്റാ, കൈ അടിക്കുമൊന്നും ചെയ്യല്ല. യോഗത്തിനും സൈലന്റാ. ആ ബ്രോയിലർ കോഴി ഇരിക്കും പോലെ. വെള്ളക്കോഴി നമ്മൾ കറി വെക്കാൻ മേടിക്കല്ല, അത് നിങ്ങൾ അതിനെ മേടിക്കാൻ ചെന്നിട്ടില്ലേ? അത്രേ ഉള്ളൂ. അതും സൈലന്റ്, പോകുന്നതും സൈലന്റ്. ഏത് സമയത്തും മരണത്തിന്റെ തണുത്ത കരം നിന്നെ തലോടും. അതിനു മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. മരണത്തെ ആർക്കും തടുക്കാനൊക്കത്തില്ല, അത് ദൈവം വെച്ച വ്യവസ്ഥയില്ല, അത് വന്നു കയറും, പോയേ ഒക്കൂ.
സ്തോത്രം. അധ്യാത്മരാമായണത്തിൽ ഒരു പ്രയോഗമുണ്ട്, അത് രാമായണം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇങ്ങനെ ഭോഗങ്ങളോരോ ജനപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ആയുസ് വേഗം പോകുന്നതാ, ചാഞ്ഞു പോകുന്ന നടൽ പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, 4 വിരൽ നീളം, അങ്ങനെയൊക്കെയാണ്. നിലത്തൊഴിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. ഇതാ മനുഷ്യ ആയുസ്. ഇപ്പൊ എഴുത്തച്ഛൻ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തിൽ കൊടുത്തിരിക്കുന്ന നല്ല പ്രയോഗങ്ങളാ. ഭോഗങ്ങൾ ഓരോ ജനപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ വക്കിനി സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന എന്ന് പറഞ്ഞാൽ വക്കിനി സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാൽ ചുട്ടുപടിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് അമ്പു ബിന്ദുന ഒരു തുള്ളി വെള്ളം വീണാൽ ഒരു ശബ്ദം കേൾക്കാം, വെള്ളം കാണുകയില്ല. ഇതുപോലെ മനുഷ്യ ജീവിതം. വക്കിനി സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിരുധ്രുവം ദേഹോഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് മാനസതാരിൽ നിരൂപിച്ചതെന്തവ ജ്ഞാനമല്ലായതെന്നറിയ നീ ലക്ഷ്മണോപദേശമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം ക്ഷണഭംഗുരമാണ്. അതിന് അദ്ദേഹം ഉപകളായിട്ട് കൊടുത്തിരിക്കുന്ന വേറൊരു ഭാഗത്ത് ആ ഭാഗത്തുണ്ട് ചക്ഷുശ്രവണകളസ്തമാം ദർധുരം. സ്കൂളിൽ പഠിച്ചതല്ലേ? സ്കൂളിൽ പഠിച്ചതാ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതത ഭോഗങ്ങൾ തേടുന്നു. രക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു കായം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരൻ. ചക്ഷുശ്രവണൻ പാമ്പ്. ചക്ഷുശ്രവണൻ പാമ്പ്. ചക്ഷുശ്രവണ ഗളസ്തമാം തൊണ്ടയെന്നർത്ഥം, പാമ്പിന്റെ വാ, അങ്ങനെ അതിന്റെ മനസ്സിലാകുന്ന ഭാഷ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ദർദുരം തവള. പാമ്പിങ്ങനെ ഇരുന്നപ്പോ തവള ചാടി വരുന്നു. പാമ്പിങ്ങനെ ഇരുന്ന് തവള ഇങ്ങോട്ട് വന്ന ഒരു പിടുത്തം. തവളയുടെ 2 കാലും വയറിന്റെ ഏതാണ്ട് പാകം. ഇത് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്ന് സന്തോഷിക്കട്ടെ, അങ്ങനെയല്ല സന്തോഷിക്കട്ടെ. അപ്പൊ ഈ 2 കാലും ഇത്തറ്റം ഭാഗം പാമ്പിന്റെ വായിക്കകത്താണ്. ദർദുരം. ചക്ഷുശ്രവണമ ഗളസ്തമാം ദർദുരം. പാമ്പിന്റെ വായിൽപ്പെട്ട തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ പാമ്പ് ഇതിനെ വിഴുങ്ങി 2 കാലും വയറും ഇവിടം വരെ പാമ്പിന്റെ വായിക്കകത്ത് എന്നിനി 2 കുഞ്ഞൻ കൈയും ആ തലയുടെ ഭാഗമുള്ള അകത്തോട്ട് കയറാൻ. അന്നേരം തവളയുടെ വായിക്കൂടെ ഒരു വിട്ടിൽ പോയപ്പോ ചാടി പിടിക്കുക. അവന്റെ മുക്കാലും മന്നവന്റെ വായിക്കാത്ത. എന്നാൽ ഇവന്റെ മുന്നിൽ കൂടെ വിട്ടിൽ പോയപ്പോൾ എന്നാ ഏതായാലും പോവാ, അതിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് അകത്തോട്ട്. ഇതുപോലെ മനുഷ്യൻ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിനാപരിഗ്രസ്തമാൻ ലോകം. കാലമാകുന്ന അഹിയുടെ വായിൽപ്പെട്ട് മനുഷ്യനെല്ലാം കിടന്ന് നെട്ടോട്ട് ഓടുക. എൻ്റെ അച്ചായ ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ പോകേണ്ടതാ. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാൻ. നിന്റെ ATM കാർഡ് കൊണ്ടുപോകാനൊക്കത്തില്ല. പാസ്ബുക്ക് നീ തലയണയ്ക്കടിയില്ല. പെമ്പളെ പോലും വിശ്വാസം ഇല്ലാത്തതിന് ആ തലയണെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുക. പാസ്ബുക്ക്, ATM കാർഡ്, എൻ്റെ മൊബൈല് ഒരിക്കലിനില്ല. നീ മൊബൈല് അപ്പുറത്ത് കാണുന്നു. ചുണയുണ്ടോ നിനക്ക് കല്ലിടാൻ? ബേബി ആരാണെന്ന് നീ ഇങ്ങനെ വെച്ച ബേബി താണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്റെ ബേബി മനസ്സിലാകുന്നുണ്ടോ? എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും കൊള്ളുകയല്ലെന്നായി പറഞ്ഞത്. ഈ ദൈവത്തെ ഭയപ്പെട്. ധനാഢ്യർ സാധുക്കളായോരും ഡംബോട്ട് വാണിടും. ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം
കാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ജീവൻ പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനാ യോഗം ഇവിടെ PMA ഇട്ടിരിക്കുന്നത്. സ്തോത്രം. അവൻ മറ്റൊരു ഉദ്ദേശവുമല്ല. ഈ ദേശത്തുള്ളവർ ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ കേൾക്കുന്ന ദേശത്തുള്ള സകല ആൾക്കാർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നീ സഭ നോക്കിയും കുടുംബം നോക്കിയും മഹിമ നോക്കി അന്തും ഇന്തും പറഞ്ഞ് നിന്റെ ആയുസ് നഷ്ടപ്പെടുത്തി കളയാറ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേ. എൻ്റെ വല്യപ്പനെ ഇടയ്ക്കെടുത്ത് ഞാൻ അടങ്ങുവോ, അവിടെ മാത്രം അടങ്ങുവുള്ളൂ. നീ ഉമ്മ ഉള്ള സെമിത്തേരിയുടെ കാര്യം പറഞ്ഞ് നിന്റെ ആയുസ് കളയാറ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിന് മഹത്വം. മാനസാന്തരം വരുന്നില്ല. അന്നേരം തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു. 9 ബാധ വിട്ടിട്ട് അനുതാപമില്ല. 10ാമത്തെ ബാധ സംഹാരബാധ. എന്താ? ആദിജാതന്മാർ മാറ്റപ്പെടാൻ പോയ. അപ്പോൾ ഒരു പ്രമാണം കൊടുത്ത് സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ അവസ്ഥ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിക്കണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി 6,03,361 ആട്ടുകൊറ്റിനെ അറുത്തുന്ന ഒരു കണക്ക് കയറുവോ മാർഗോ ചെയ്യുക, അത് പറഞ്ഞ് തർക്കം ഉണ്ടാക്കരുത്. എന്തായാലും വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് യോഗ്യത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടുകുട്ടിയുടെ യോഗ്യത ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിന്റെ 5ാം വാക്യം. 12ാം അധ്യായത്തിന്റെ 1 മുതലാണല്ലോ ആട്ടിൻകുട്ടിയെ വേർതിരിക്കണമെന്നുള്ള പ്രമാണം കൊടുത്തത്. ആ പ്രമാണം പറഞ്ഞേച്ച ആട്ടിൻകുട്ടിയുടെ യോഗ്യത 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണായിരിക്കും. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. കോലാടോ അത് ചെമ്മരിയാടോ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ആട്ടിൻകുട്ടി 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി ഏതെന്ന് ചോദിച്ചാൽ വേദപുസ്തകം വായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ബോധ്യപ്പെടും. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നിഴലാ. അതിലെ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഗന്നാസനാവകം പറയുക, താന്റെ ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു. അവൻ കുരുളറക്കപ്പെട്ട കുഞ്ഞാട്, യോഗ്യനാകുന്ന കുഞ്ഞാട്, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്, അവൻ അത് വിളക്കാകുന്ന കുഞ്ഞാട്, തേജസ്സാകുന്ന കുഞ്ഞാട്, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. അതാണ് ഈ കുഞ്ഞാട് യേശു ക്രിസ്തു. ആ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ യാചരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീ അവൻ കഴുകപ്പെടണം. ഊനമില്ലാത്ത കുഞ്ഞാട്. യേശു ക്രിസ്തുവിന് യാതൊരു ഊനമില്ല, ഒരു അപാകതയില്ല. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസും ഹെരോദാവും സന്നിധി സംഘങ്ങളും അന്നാസും കയ്യപ്പാവും എല്ലാം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയേച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിക്കിടന്ന ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തം പറഞ്ഞു, എടേ നമ്മൾ തെറ്റ് ചെയ്തതിട്ടായി ക്രൂശേ കയറിയത്, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ വിവശതയുണ്ടായി. വന്ന് പറഞ്ഞ് കാര്യമൊക്കെ കാര്യം, ആ നീതിമാന് വിരോധമായിട്ട് ദോഷമൊന്നും ഒപ്പിച്ചു വെച്ചേക്കരുത്. ഈ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ തിരുമരണ സമയത്ത് ഭൂമി പിളർന്നു, പാറ പിളർന്നു. കരിമ്പടം പോലെ സൂര്യൻ കറുത്തു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂടിയിട്ടുണ്ടായി. കല്ലറകൾ തുറന്നു. ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി. അണ്ടകടാഹം മുഴുവൻ വല്ലാത്ത നിലയിലായി, കൂടിയിട്ടുണ്ടായി. ആകെ പ്രശ്നമായപ്പോൾ വഴി നടന്നു പോയവരും ശതാധിപനും ഇതെല്ലാം കണ്ടേച്ച് പറഞ്ഞു, വാസ്തവമായിട്ട് നീതിമാനായിരുന്നു. സ്തോത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഒരുത്തർക്കും ഒരു കുറ്റം കാണാനില്ല. ശത്രുക്കൾക്ക് പോലും കുറ്റം തീണ്ടുവാൻ കഴിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഒരു ഊനവും ഇല്ല. എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു, നമുക്ക് മൊത്തം കുഴപ്പമാണല്ലോ. ഒന്ന് ഇരിപ്പ് കണ്ട ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ വിശുദ്ധനാന്നും പറഞ്ഞ ഒന്നും പറയാൻ, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പടിയുണ്ട്. അതാ നമ്പിയാര് പണ്ട് പറഞ്ഞല്ലോ, ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2 1 ലക്ഷം പേര് പോയാൽ കൊള്ളാവുന്നത് നമ്മളെല്ലാം കൊള്ളാന്നും പറഞ്ഞ ആ സ്വോത്രം പറയാതെ മസിൽ പിടിച്ചിരിക്കുന്നേ. ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2. വ്രതത്തിനെ പറ്റി പറയാം. അക്ഷരം 56 അറിയാം, ലക്ഷം ശ്ലോകം കുറയാതറിയാം, വിക്കികൾ കൊണ്ടത് പറയാൻ ഭഗിയ. ശ്ലോകമെല്ലാം പുള്ളിക്ക് നന്നായിട്ട്
എൻസോക്ലോപീഡിയ ബ്രിട്ടാനിക്ക എല്ലാം പുള്ളിക്ക് അറിയാം. പക്ഷെ സ്റ്റേജ് കയറി വരുമ്പോൾ പുള്ളി വിക്കിക്കൊണ്ട് വിക്കികൾ കൊണ്ടത് പറയാൻ വകിയ കൃഷ്ണൻ പൂതന എന്ന് പറയുമ്പോൾ നേരം വെള്ളം. അല്ല, ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം സകല ആൾക്കാർക്കും ഉണ്ട്. ഒരുത്തനെ പറ്റി പറയാ, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ, ഒരുത്തനെ കണ്ടാ നല്ല സുന്ദരനാ, സുമുഖനാ, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനതമൊക്കെയുമുണ്ട്. മുഴുവൻ വേണ്ടാധീന, കാണാൻ നല്ല ഫിഗറാണ്, റൈബാന്റെ കണ്ണടയും ആ ജീൻസും 3-4 കീറലും അവന്റെ ആ ഷൂവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടും, ആ ബുള്ളറ്റിലുള്ള വീശിയുള്ള എടുപ്പും. കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനതമൊക്കെയുണ്ട്. കണ്ടജനത്തോട് ചുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. രാവിലെ പോയപ്പം 6 ബട്ടൺസ് കൊണ്ട് തിരിച്ചു വന്നപ്പോൾ 2 ബട്ടൺസേ ഉള്ളൂ. മനസ്സിലായി കാണുമല്ലോ. വേറെ പറ്റി പറയാ, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഒരുത്ത നല്ല കുടുംബത്തിൽ പിറന്നതാ, രൂപഗുണവും നല്ലതാ. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. എഴുതാനും വായിക്കാനും കോട്ടയത്തിന് പോയവനാ, ചെന്നിറങ്ങിയത് കോഴഞ്ചേരി ചെന്നിറങ്ങി, ബോർഡ് തെറ്റി കയറി പോയെന്ന്. വണ്ടിയുടെ കളർ കണ്ട് കയറിയതാ. ഞങ്ങളുടെ പണ്ടൊരു തള്ളക്കുണ്ടായ ആട്ടെ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്കും നിങ്ങൾക്കും എന്ന കുഴപ്പമില്ലാത്ത, ഊനമില്ലാത്ത, അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. അല്ല, ഊനമില്ലാത്ത ദൈവ കുഞ്ഞാട്. ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞാടിനെ 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ ചെടികെട്ട കട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടളക്കാർ 2 കുറുമ്പടിമേൽ പുരട്ടണം എന്ന് പറഞ്ഞ് ചോരത്തളയാതിരിക്കണം. എങ്ങനെ? ഈ രക്തത്താൽ. ആരുടെ? ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ. ഈ കുഞ്ഞാടാരാ? യേശു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീ കടികൾ പ്രാപിക്കണം. അങ്ങനെ കടികൾ പ്രാപിച്ച കൂട്ടമാണ് മരുഭൂമിയിലെ സഭ. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടുത്തെ രക്തത്തിന്റെ പ്രത്യേകത? അയ്യോ, ഇത് വിലയേറിയ രക്തമാ, യേശുവിന്റെ രക്തം. ആ തീർന്നില്ല, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. പോരാ, ഇത് നിർമ്മല രക്തമാ. അല്ല, ഇത് പരിശുദ്ധ രക്തമാ. അയ്യോ, ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഇത് പരിശുദ്ധ രക്തമാ. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിന പട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, അവിടുത്തെ തിരുരക്തത്താൽ നിന്റെ പാപങ്ങൾ മോചിക്കുന്ന രക്തമാ. രോഗത്തിന് സൗഖ്യം തരുന്ന രക്തമാ. അടിപ്പിണരുകളാലാ നിനക്ക് സൗഖ്യം. ഈ രക്തം നിന്നെ സൗഖ്യമാക്കുന്ന രക്തം. ഈ രക്തം നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തം. ഈ രക്തം നിന്നെ നിർമ്മലീകരിക്കുന്ന രക്തം. മാത്രമാണോ ഈ രക്തത്തെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറയാ, ജയം തരുന്ന രക്തം. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിച്ചെന്ന. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല. നിന്റെ പരാജയത്തിന്റെ ജീവിതത്തെ ജയമാക്കുവാൻ പര്യാപ്തമായ രക്തമാണ് യേശുവിന്റെ രക്തം. പാടാൻ ട്യൂണും സ്വരവും ഒന്നുമില്ല. ഇവിടെ CSI കാരും CMS കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാടി അവർ കളിയാക്കും. എന്നാലും സന്തോഷവും പ്രത്യാശയും കൊണ്ട് ഒരു വരിമാണ്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപാതന്നിൽ വച്ചോ, ശുദ്ധി ആയോനേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ കളഞ്ഞമോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ
ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോലെ കളങ്കമോ താങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുക. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടോ, പിന്തുടർച്ച കൊണ്ടോ പാപത്തിന് പരിഹാരം വരത്തില്ല. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. കിഴക്കോട്ട് പോയത് കൊണ്ടോ, പടിഞ്ഞാട്ട് പോയത് കൊണ്ടോ, തെക്കോട്ട് ഓടിയത് കൊണ്ടോ, വടക്കോട്ട് ഓടിയത് കൊണ്ടോ, ഉരുണ്ടത് കൊണ്ടോ, എഴഞ്ഞത് കൊണ്ടോ, മൂട്ട നടന്നത് കൊണ്ടോ, ചെരുപ്പിടാതെ പോയത് കൊണ്ടോ, ചെരുപ്പിട്ടോണ്ട് പോയത് കൊണ്ടോ, വെളുത്ത തുടുത്തോണ്ട് പോയത് കൊണ്ടോ, കറുത്ത തുടുത്തോണ്ട് പോയത് കൊണ്ടോ, മഞ്ഞ കൊടുത്തത് കൊണ്ടോ, ചോമല കൊടുത്തത് കൊണ്ടോ, കടുന്നീല കൊടുത്തത് കൊണ്ടോ, ഉണ്ടല്ലോ ഒത്തിരി കളറുകള്. പാപത്തിന് പരിഹാരം വരികയല്ല. പാപത്തിന് പരിഹാരം വരുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാ. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. ഇന്ന് രാത്രി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാ യേശു നിനക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നത്. ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റു പറ, യേശു നിന്നെ രക്ഷിക്കുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ദീർഘമാക്കുന്നില്ല. കർത്താവിന് മഹത്വം. മരുഭൂമിയിലെ സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. രണ്ട് മൂന്ന് നാല് ഓടിച്ച് പറയുക. മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത ചെങ്കടൽ കടന്നവരാ. കുഞ്ഞാടിനെ ഇറത്തേക്ക് അവിടെ തന്നെ തമ്പാറടിച്ച് കിടന്ന് കളിക്കുകയല്ല. മനസ്സിലായോ? കുഞ്ഞാടിനെ അറുത്ത് ഓരത്തിൽ ആചരിച്ചേച്ച് വാടി അന്നമ്മ അക്കരയ്ക്കൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ അവിടെ കിടന്ന് പാടുക. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമ്മ പിന്നെ അവിടെ തന്നെ കിടക്കുക. സകല എണ്ണവും ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നെന്ന്. ചെങ്കടല് റോമാലേഖനവും കൊരിന്ത്യാലേഖനവും പത്രോസിന്റെ ലേഖനം എല്ലാം കൂടെ മൊത്തത്തിലൊന്ന് ചേർത്ത് പഠിച്ചാൽ ചെങ്കടൽ എന്നുള്ളത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. എങ്ങനെ സ്നാനപ്പെട്ട? തളിച്ചതല്ല, കുടഞ്ഞതല്ല, മെഴുക്കിയെടുത്തതല്ല, എടുത്തോണ്ട് വന്ന് മുക്കിയതല്ല, നടന്നാ പോയത്. അല്ലാതെ ബാബോ സ്നാനപ്പെടുത്താൻ കേട്ടോ കരയെ എന്നിപ്പോഴും കുപ്പിഞ്ഞ അമ്മേ അതിനെ സ്നാനപ്പെടുത്താൻ പോവാ എന്നെ നടക്കും. യേശു വന്നതല്ലേ മാതൃക, നടന്നാ വന്നത്. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. അപ്പൊ ശ്രദ്ധിച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവരുമെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഞാനങ്ങ് അടങ്ങുക. സ്തോത്രം. നടന്നു വന്നു യോഹന്നാന്റെ കൈകീഴിൽ വന്ന്. അപ്പൊ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അപ്പൊ യേശു യോഹന്നാനോട് പറഞ്ഞ്, ഇപ്പൊ സമ്മതിക്കും, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക്. യേശു ഉടനെ യോഹന്നാൻ, സൈമൺ സാർ അതൊക്കെ കൃത്യത്തിൽ എഴുതിയേക്കുന്നത്. യേശു പറഞ്ഞു, സാറിങ്ങനെ, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. അപ്പൊ നിങ്ങള് മറുത്തു മത്സരിക്കാതെ സ്നാനം കഴിക്കുക. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് ആ ശരിയായ സ്നാനം.
അല്ല അത് ഈ തളിക്കുന്നതും കൊടയുന്നതും നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുക അല്ല, തട്ടിപ്പാണ്. നീ പെട്ടുപോയി കിടക്കുക ചിന്നമ്മേ. ഇന്ന് രാത്രി അങ്കച്ച നീ മാനസാന്തരപ്പെട്. ഇന്ന് രാത്രി നീ ശരിയായിട്ട് ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞു നീ ഉമ്മ അവരെക്കാത്തിരുന്ന് കുട്ടത്തിമാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കാതെ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ട് അന്ന് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതാ ശരിയായ സ്നാനം. അല്ലാത്ത സ്നാനമൊന്നും ശരിയായതിന് ഇതൊക്കെ എനിക്ക് പറയുന്നതിനൊരു മടിയില്ല. കാരണം ഞാൻ ഒരു പാരമ്പര്യക്കാരനുമല്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടെ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് CSIയുടെയും പാരമ്പര്യമില്ല, ആംഗ്ലിക്കൻ്റെയും പാരമ്പര്യമില്ല, യാക്കോബയുടെ ഇല്ല, ഓർത്തഡോക്സിൻ്റെ ഇല്ല, ക്നായുമില്ല, കുനോയുമില്ല. ഒരു കുനോയുമില്ല. ഞാനൊരു മഹാഭാവിയായിരുന്നു. യേശു എന്നെ രക്ഷിച്ചു. ഈ മാർഗത്തിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതാ ശരിയായ സ്നാനം. നിനക്ക് വേണേ അംഗീകരിക്കാൻ ഇല്ല, നീ പോയി ഇരുമ്പോളം കുടിക്കുക, ഞാൻ നടക്കാൻ. ഇതിന്റെ വ്യവസ്ഥ ഇതാ. സ്തോത്രം. സ്നാനപ്പെട്ടതാണോ? ഇതാ ശരിയായ സ്നാനം. ഇവിടെ ഇരിക്കുന്നവരോടും കൂടാ പറയുന്നത്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതാ ശരിയായ സ്നാനം. അങ്ങനെ സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ് മരുഭൂമിയിലെ സമയം. 1 രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, 2 സ്നാനപ്പെട്ടവരുടെ കൂട്ടം, 3 മന്ന തിന്നവരുടെ കൂട്ടം. അത് പറഞ്ഞങ്ങ് നിർത്താം. പുറപ്പാട് പുസ്തകം 16:31 ഇസ്രായേൽ മക്കൾ ആ സാധനം നിന്ന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശയോടൊത്ത് രുചി. മന്ന മുകളിൽ നിന്ന് വന്നതാ. ആ മന്ന ഭക്ഷിച്ചവരുടെ കൂട്ടം ആ മരുഭൂമിയിലെ സഭ. ആ മന്ന ക്രിസ്തുവ. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. മനുഷ്യപുത്രന് രക്തം കുടിക്കാതെയും മാംസം തിന്നാതെയും ഇരുന്നാൽ ഉള്ളിൽ ജീവൻ കാണത്തില്ല. ഒടുക്കത്തെ ആ പുനരുത്ഥാനമുണ്ടല്ലോ, അവൻ ഉയർക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നാനപ്പെട്ടവര് അത് മന്ന ഭുജിക്കണം. മന്ന ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴല. ഈ മന്ന ക്രിസ്തുവിന് നിഴല. കാരണം ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. അധികം വിവരിക്കുന്നില്ല, അടുത്ത യോഗങ്ങൾക്ക് പറയാം ദൈവം അനുവദിച്ചാൽ. മരുഭൂമിയിലെ സഭയിലെ 4ാമത്തെ പ്രത്യേകത അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചതാണ്. ആത്മസ്നാനം. ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷ നിന്നെന്ന, അവർക്ക് നിന്നായിരിക്കും. എനിക്ക് നിന്നിട്ടില്ല, ഈ അനുഭവത്തിലുള്ളവർക്ക് നിന്നിട്ടില്ല. നിനക്ക് കിട്ടിയില്ലെന്ന് ഓർത്തോണ്ടേ ഇല്ലെന്നാണോ പറയുന്നത്? അതൊന്നും ന്യായമായ കാര്യമല്ല. അന്യഭാഷ നിന്നിട്ടില്ല, ഇപ്പം നിക്കത്തുമില്ല. അന്യഭാഷയിൽ പറയുന്നവൻ മനുഷ്യരോട് ആരോടും അല്ല പറയുന്നത്, ദൈവത്തോടാണ്. അത് നിനക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മരുഭൂമിയിലെ സഭയിലെ 4 വിശേഷത: 1 രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരുടെ കൂട്ടം, 3 മന്ന ഭുജിച്ചവരുടെ കൂട്ടം, 4 അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ശുദ്ധ വെള്ളം കുടിച്ചവരുടെ കൂട്ടം. ഈ അനുഭവത്തിൽപ്പെട്ടവരെ അനുദിനം വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കർത്താവിന്റെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ചുറ്റുപാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടാം, മൊത്തം പാടാൻ നേരമില്ല. കൈയടിച്ചൊന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്ന് നീ വന്നിടൂ എൻ്റെ മണ്ണവാള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മകേ മഹാരാജനെ മഹേശ മഹാരാജനെ. കാകലനാദവും ഭൂതഗണങ്ങളോ കോടിരഥങ്ങളുമായി വന്നിടോ പ്രിയ രക്ഷകൻ, വന്നിടോ പ്രിയ രക്ഷകൻ. മന്ന ജയ ജയ മന്ന. കൈയടിച്ച് ചേർന്ന് കൈയടിച്ച് മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ. ഓ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ. ഓ മന്ന ജയ ജയ മന്ന ജയ ജയ മഹാരാജനെ മഹേശ മഹാരാജനെ.
ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. യേശു ക്രിസ്തു വരാറായി, തിരുസഭയെ ചേർക്കാറായി. തിരുസഭയിൽ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരായിരിക്കണം. 3, ആത്മസ്നാനം പ്രാപിച്ചവരായിരിക്കണം. വേർപാട് പാലിച്ചവരായിരിക്കണം. തിരുമേശ എടുക്കുന്നവരായിരിക്കണം. കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന കഴിക്കുന്നവരായിരിക്കണം. അനുദിനം മാനസാന്തരപ്പെട്ട് അവൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ, ആ തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിന് ഹല്ലേലൂയ മുടങ്ങിയാട്ടെ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ ഹരിപ്രസാദ് അവർക്കും കുടുംബത്തിനും ചുമതലപ്പെട്ടവർക്കും അധ്യക്ഷനും ഗായക സംഘത്തിനും കേൾവിക്കാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേശനിവാസികൾക്കും നന്ദി. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം